Hello. Am I audible? കേൾക്കാമോ? Yes, sir. Yes, sir. കേൾക്കാം. Okay. So ഞാൻ ഫസ്റ്റ് ഐ വിൽ ബ്രീഫ് എന്തെല്ലാമാണ് മേജറായിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് എന്നുള്ളതെല്ലാം ഞാൻ ബ്രീഫ് ചെയ്യാം. സോ ദാറ്റ് ഈ ടോപ്പിക്സ് ഒക്കെ മസ്റ്റായിട്ട് നോക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ഒന്ന് നോക്കി വെച്ചോളുക. അത് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് റിഗാർഡിങ് ലേണിംഗ് സംതിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. So hope all of you are having syllabus with you. സിലബസ് ഉണ്ടാകില്ല? സ്ക്രീൻ കാണാവോ? Yes, sir. കാണാം. ഓക്കെ. സോ ഈ നമ്മുടെ ഫോർമൽ ലാംഗ്വേജ് ആൻഡ് ഓട്ടോമേറ്റ തിയറി ഈ സബ്ജക്റ്റ് ഇൻഫാക്ട് നമ്മുടെ എഞ്ചിനീയറിംഗിൽ കമ്പ്യൂട്ടർ സയൻസിൽ കൺസിഡർ ടു ബി വൺ ഓഫ് ദ ഹാർഡസ്റ്റ് സബ്ജക്ട്. ഈവൻ ദോ അതിൻ്റെ ഡിസൈനിങ് പാർട്ടും ഓട്ടോമേറ്റ ഡിസൈൻ ചെയ്യുന്നതായിട്ടുള്ള നിറയെ ടോപ്പിക്സ് ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് തിയറി ഓറിയൻറ്റഡ് ആയിട്ട് നിറയെ ടോപ്പിക്സ് നിങ്ങൾക്ക് ഇതിനകത്തുണ്ട്. അത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ സംഭവം നിങ്ങൾക്ക് പാസ്സാവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതും കൂടെ ഞാൻ പറയാം. ഓക്കെ, വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് മോഡ്യൂൾ. ഫസ്റ്റ് മോഡ്യൂളിൽ ഒബിയസ്ലി ഇൻട്രൊഡക്ഷൻ. നിങ്ങൾക്ക് ഈ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം ആൽഫബറ്റ്, സ്ട്രിങ്, ലാംഗ്വേജ്, അതിനകത്തു നിന്നെല്ലാം യു ക്യാൻ ഗെറ്റ് ലോട്ട് ഓഫ് 2 മാർക്ക് 3 മാർക്ക് ഒക്കെ നിറയെ കിട്ടാനുള്ള സ്മോൾ മാർക്ക് ക്വസ്റ്റ്യൻസ് നിറയെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സിമ്പിൾ എന്താണ്, ആൽഫബറ്റ് എന്താണ്, സ്ട്രിങ് എന്താണ്, ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഐഡന്റിഫൈ ചെയ്യാൻ, എം ടി സ്ട്രിങ്, ദെൻ കീൻ സ്റ്റാറും കീൻ പ്ലസും ഒക്കെ ഇല്ലേ, സിഗ്മ പ്ലസ് സിഗ്മ സ്റ്റാർ, അതിനെ ബേസ് ചെയ്തിട്ടെല്ലാം നിറയെ ക്വസ്റ്റ്യൻസ് സ്മോൾ മാർക്കുകൾക്ക് സ്ഥിരമായിട്ട് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം ആ ടോപ്പിക്സ് ഒക്കെ ഒന്ന് നോക്കേണ്ടതായിരിക്കും. ഐ മീൻ ദ ബേസിക് ടെർമിനോളജീസ്, നിറയെ ബേസിക് ടെർമിനോളജീസ് ഉണ്ട്. ആൽഫബറ്റ് എന്താണ്, സ്ട്രിങ് എന്താണ്, സ്ട്രിങ്ങിന്റെ ലെങ്ത് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്ത് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. സിഗ്മ പവർ എൻ, അതിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ദെൻ കീൻ സ്റ്റാർ, കീൻ പ്ലസ്, ആ സാധനങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതിനകത്ത് ലാസ്റ്റ് ടേം ആയിട്ട് ചോദിക്കാനുള്ള ലാംഗ്വേജ് എന്താണെന്ന് ചോദിക്കാം. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലാംഗ്വേജസിനെ കുറിച്ചൊക്കെ ചോദിക്കാം. ദാറ്റ്സ് എ ബേസിക് ഇൻട്രൊഡക്ഷൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് DFA ആൻഡ് NFA ആണ്. ഡിസൈനിങ് കൺഫേം ആയിട്ടും നിറയെ ചോദിക്കുന്നുണ്ട്. അതിനു മുന്നേ നിങ്ങൾക്ക് നോക്കേണ്ടതായിട്ടുള്ളത് ഫോർമൽ ഡെഫിനിഷൻ ഉണ്ട്. ഫോർമൽ ഡെഫിനിഷൻ ഓഫ് എ DFA, ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ആൻ NFA. അതുപോലെ തന്നെ ലേറ്റർ ഓൺ വരുന്ന എല്ലാ മെഷീനുകളുണ്ട്. PDA ആട്ടെ, ട്യൂറിംഗ് മെഷീൻ ആട്ടെ, അതിൻ്റെ എല്ലാം ഫോർമൽ ഡെഫിനിഷൻസ് ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻ ആണ്, കൺഫേം ആയിട്ടും ചോദിക്കുന്നതാണ് ഫോർമൽ ഡെഫിനിഷൻ. ഫോർമൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ലേ? ദ ട്യൂപ്പിൾ റെപ്രസെന്റേഷൻ ദാറ്റ് യു ആർ ഹാവിംഗ് 5 ട്യൂപ്പിൾ 7 ട്യൂപ്പിൾ റെപ്രസെന്റേഷൻസ് ഒക്കെ ഉണ്ട് ഡിഫറെന്റ് മെഷീൻസിന്. അത് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് തിയറി എന്ന പോലെ തന്നെ പഠിക്കാവുന്നതാണ്. DFAയിലെ ഓരോ ട്യൂപ്പിൾ റെപ്രസെന്റേഷൻ ഏതാണെന്നുള്ളതെല്ലാം. പിന്നെ നിങ്ങൾക്കുള്ളത് ഡിസൈനിങ് പാർട്ടാണ്. ഡിസൈനിങ് പാർട്ട് ഓഫ് എ DFA കൺസിസ്റ്റ് ഓഫ് ബേസിക് ഡിസൈനിങ്, പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുന്നത്, ലൈക്ക് സ്റ്റാർട്ടിങ് വിത്ത്, എൻഡിങ് വിത്ത്, ഹാവിങ് എ സബ് സ്ട്രിങ്, ലെങ്തിനെ ബേസ് ചെയ്തിട്ടുള്ളത്, ഓഡ് ലെങ്ത് ആണോ ഈവൻ ലെങ്ത് ആണോ, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ളതെല്ലാം നിറയെ DFAയുടെ ഡിസൈനിങ് അതിനകത്തൊന്നും നിങ്ങൾക്ക് ചോദിക്കാൻ നല്ല പോസിബിലിറ്റി ഉണ്ട്. മാക്സിമം DFAയുടെ പ്രോബ്ലംസ് കവർ ചെയ്യാൻ നോക്കുക. എസ്പെഷ്യലി ലൈക്ക് സബ്സ്ട്രിങ്ങുകളുള്ളത്, ഒരു സ്പെസിഫിക് സബ്സ്ട്രിങ് ബേസ് ചെയ്തിട്ട് DFA വരയ്ക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും, സ്റ്റാർട്ടിങ് വിത്ത് സെയിം സിമ്പിൾ, എൻഡിങ് വിത്ത് ഡിഫറെൻറ്റ് സിമ്പിൾ, സ്റ്റാർട്ടിങ് വിത്ത് വൺ സിമ്പിൾ, എൻഡിങ് വിത്ത് അനദർ സിമ്പിൾ. സോ അങ്ങനത്തെ മെക്കാനിസംസ് എല്ലാം. ദെൻ ലെങ്തിനെ ബേസ് ചെയ്ത് ചോദിക്കാം.
കാരണം ഈ ഫൈനൈറ്റ് ഓട്ടോമേറ്റയുടെ ഒരു ബേസിക് നേച്ചറിന് വെച്ച് ലാംഗ്വേജ് ക്യാൻ ബി സംടൈംസ് ഫൈനൈറ്റ് ആൻഡ് ലാംഗ്വേജ് സംടൈംസ് ഇൻഫൈനൈറ്റ് ആവാം. ഫൈനൈറ്റ് ആയിട്ട് വരുന്ന ലെങ്തിന് വേണ്ടിയുള്ള DFAs വരയ്ക്കാൻ ചോദിക്കുന്നതാണ്. സോ ഇപ്പം ഡിസൈനിങ് വൈസ് നിറയെ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞതെല്ലാം ഒന്ന് കൺഫേം ആയിട്ടും കൺസിഡർ ചെയ്യേണ്ടതാണ്. ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്നത് സ്റ്റാർട്ടിങ് വിത്തും എൻഡിങ് വിത്തും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു സബ്സ്ട്രിങ് ഏതെങ്കിലും ഫിക്സ് ചെയ്തിട്ടുള്ള സബ്സ്ട്രിങ്ങിന് വേണ്ടിയുള്ള DFA വരയ്ക്കാൻ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. ദെൻ ലെങ്തിനെ ബേസ് ചെയ്തിട്ട് ഹാവിങ് 2 ലെങ്ത്, ഹാവിങ് 3 ലെങ്ത്, ദെൻ ഓഡ് ലെങ്ത്, ഈവൻ ലെങ്ത്, അങ്ങനെ ലെങ്തിനെ ബേസ് ചെയ്തിട്ടുള്ളത് ചോദിക്കാറുണ്ട്. സോ ഇപ്പം മോസ്റ്റ് പ്രോബബ്ലി ഇതിനകത്തുനിന്ന് ഏതെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ചോദിക്കാനുള്ളത് ദ ഈസിയർ വൺ, ദാറ്റ് ഈസ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ, NFA. ഇതുപോലെ തന്നെ എല്ലാ മെഷീൻ്റെയും ഫോർമൽ ഡെഫിനിഷൻ പഠിക്കണം. ഡെഫിനിറ്റ് ആയിട്ട് ഫോർമൽ ഡെഫിനിഷൻ ഉണ്ട്. ഫോർമൽ ഡെഫിനിഷൻ Q, സിഗ്മ, Q നോട്ട്, ഡെൽറ്റ, F, അതെല്ലാം വെച്ചിട്ടുള്ള ട്യൂപ്പിൾ റെപ്രസെൻറ്റേഷൻ ഇല്ലേ, അത് എല്ലാ മെഷീനുകളെയും പഠിക്കേണ്ടതാണ്. ദെൻ അതിനകത്ത് മേജർ ആയിട്ട് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇക്വലൻസ് ആണ്. ഇക്വലൻസ് ഓഫ് എ DFA ആൻഡ് NFA. ഇക്വലൻസ് ഓഫ് എ DFA ആൻഡ് NFA എന്ന് പറയുന്നത് ദ സബ്സെറ്റ് കൺസ്ട്രക്ഷൻ മെത്തേഡ്. സബ്സെറ്റ് കൺസ്ട്രക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ടല്ലോ. ഗിവൺ ആൻ NFA, ഹൗ ടു കൺവേർട്ട് ദാറ്റ് NFA ടു DFA. കൺഫേം ചോദ്യമാണ്. എക്സാമിന് എന്നതാണേലും ഫസ്റ്റ് മോഡ്യൂളിനകത്ത് നിന്ന് കൺഫേം ആയിട്ടും ചോദിക്കാവുന്ന ഒരു ബിഗർ മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഈ ഈക്വലൻസ് ഓഫ് DFA ആൻഡ് NFA, ഹൗ ടു കൺവേർട്ട് എ NFA ടു ഇറ്റ്സ് കറസ്പോണ്ടിങ് DFA എന്നുള്ളതാണ്. സബ്സെറ്റ് കൺസ്ട്രക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലേറ്റർ പാർട്ടിലാണ് നിങ്ങൾക്ക് വരുന്നത് ഗ്രാമർ. ഇപ്പം നിങ്ങൾ ഹലോ, എനി ഇഷ്യൂസ്? ഇല്ലില്ല, കേൾക്കാം. പിന്നെ പഠിക്കാനുള്ളത് ഗ്രാമർ പോർഷൻ. ഗ്രാമർ എന്താണെന്നുള്ളത്, റെഗുലർ ഗ്രാമർ എന്താണ്, റെഗുലർ ഗ്രാമറിന്റെ നൊട്ടേഷൻ, അതിനും അതായത് DFA NFA ഉള്ള പോലെ തന്നെ ഗ്രാമറിനും ഫോർമൽ നൊട്ടേഷൻ ഉണ്ട്. NTPS, നോൺ ടെർമിനൽ, ടെർമിനൽ, പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റാർട്ട് സിമ്പിൾ, അതിൻ്റെയും ഫോർമൽ ഡെഫിനിഷൻ പഠിക്കേണ്ടതാണ്. ഫോർമൽ ഡെഫിനിഷന്റെ കൂട്ടത്തിലും ഓരോ ഗ്രാമറിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന പ്രൊഡക്ഷൻ റൂളിന്റെ വേരിയേഷൻസ് ഉണ്ട്. പ്രൊഡക്ഷൻ റൂൾ എഴുതുമ്പം ഒരു റെഗുലർ ഗ്രാമറും ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറും ലേറ്റർ ഓൺ വരുന്ന ട്യൂറിംഗ് മെഷീന്റെ ഗ്രാമറും ഒക്കെ എഴുതുന്ന ടൈമിൽ ഹൗ ഡു യു റൈറ്റ് ദ പ്രൊഡക്ഷൻ റൂൾ ബേസ്ഡ് ഓൺ സർട്ടൻ കണ്ടീഷൻസ്, നോൺ ടെർമിനലും ടെർമിനലും വരുന്നത് എങ്ങനെയാണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോംസ്കി ഹൈറാർക്കിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പം ഗ്രാമറിന്റെ ആ പോർഷൻസ് എല്ലാം നോക്കേണ്ടതാണ്. ദെൻ ഇക്വലൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇക്വലൻസ് ഓഫ് എ ഗ്രാമർ ആൻഡ് എ DFA, ദോസ് ഹു ആർ ഹാവിങ് ടൈം ഉള്ളവർക്ക് അത് നോക്കാം. അതും സിമ്പിൾ മെത്തേഡാണ്. ഗിവൺ ആൻ എ ഒരു ഗ്രാമർ തരുന്നു, ആ ഗ്രാമറിനെ DFAയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി സിമ്പിൾ മെക്കാനിസം ഉണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റും ഉണ്ട്. ഒരു മെഷീനെ അതിന്റെ കറസ്പോണ്ടിങ് ഗ്രാമറിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട്. ഐ തിങ്ക് ടീച്ചേഴ്സ് നിങ്ങൾക്ക് അത് എടുത്തു തന്നിട്ട് കാണും. ഈസിയാണ്. ഗ്രാമറിനെ എങ്ങനെയാണ്, ഗ്രാമറിനകത്തുള്ളത് NTയും PUSും ആണ്. NTയും PUSനെയും എങ്ങനെയാണ് ഒരു ട്യൂപ്പിൾ റെപ്രസെന്റേഷൻ ആയിട്ടുള്ള മെഷീനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, Nന് കറസ്പോണ്ടിങ് ആയിട്ട് Q വരുന്നതും ടെർമിനൽസിന് കറസ്പോണ്ടിങ് ആയിട്ട് സിഗ്മയിലുള്ള എലമെന്റ്സ് വരുന്നതും, ദെൻ ഹൗ യു റൈറ്റ് ദ ട്രാൻസിഷൻ ഫംഗ്ഷൻ, അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് ചെറിയ പ്രോബ്ലംസിലൂടെയും ചെറിയൊരു തിയറി പോലെയുള്ള പ്രൂഫിലൂടെയും മനസ്സിലാക്കാൻ പറ്റുന്നതുണ്ട്. അത് സമയം കിട്ടുമെങ്കിൽ നോക്കുക. ഫസ്റ്റ് മോഡ്യൂളിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ വിടേണ്ടത്, കൺഫേം ആയിട്ട് നോക്കേണ്ടത് ആദ്യത്തെ കുറെ ബേസിക് ടെർമിനോളജീസ് ഉണ്ട്. സ്ട്രിങ്ങും empty സ്ട്രിങ് എന്താണ്, സ്ട്രിങ് ലെങ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ദെൻ ഓൾ ദോസ് തിങ്സ്, സ്ട്രിങ്സ് ആൽഫബറ്റ്സ് എന്താണ്, സ്ട്രിങ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, അതിന്റെ നൊട്ടേഷൻസ് ഒക്കെ ഉണ്ട്. W എന്താണ്, മോഡ് W എന്താണ്, സിഗ്മ എന്താണ്, അതെല്ലാം നോക്കേണ്ടതാണ്. ദാറ്റ് ഇസ് എ ബേസിക് 2 മാർക്ക് 3 മാർക്കും ഒക്കെ നിറയെ ചോദിക്കാവുന്നതാണ്. പിന്നെ കൺഫേം ആയിട്ടും DFA ഡിസൈനിങ്, DFAയുടെ ഫോർമൽ ഡെഫിനിഷൻ കൺഫേം ആയിട്ടും പഠിക്കണം. NFA സാധാരണ വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് കാണാറില്ല, ചെറുതായിട്ടായിരിക്കും ചോദിക്കുന്നത്, ചെറിയ മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. ബട്ട് സ്റ്റിൽ DFA വരയ്ക്കാൻ അറിയുന്നവർക്ക് NFA വരയ്ക്കാൻ യാതൊരു ബുദ്ധിമുട്ടും കാണില്ല. ദെൻ നിങ്ങളുടെ ഇക്വലൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ വലിയ മാർക്കെന്ന് നമുക്ക് എക്സാക്ട്ലി എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് DFA NFAയിലേക്കുള്ള കൺവേർഷൻ ആണ്. വിച്ച് മീൻസ് ഇക്വലൻസ് ഓഫ് എ DFA ആൻഡ് NFA.
ഗിവൺ ആൻഡ് NFA ഈസിയാണ് വരയ്ക്കാൻ. NFA എങ്ങനെയാണ് നിങ്ങൾ DFAയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് കൺഫേം ആയിട്ടും പഠിക്കേണ്ടതാണ്. ദാറ്റ്സ് എ സബ്സെറ്റ് കൺസ്ട്രക്ഷൻ മെത്തേഡ്. സോ ഫസ്റ്റ് മോഡ്യൂളിൽ മെയിൻ ആയിട്ട് ഇതാണ് നോക്കാനുള്ളത് കേട്ടോ. ഓക്കെ ആണോ? Shall we move to the second module? ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് മോഡ്യൂളിൽ മേജർ ആയിട്ട് നിങ്ങൾ DFAയുടെ ഡിസൈനിങ് നോക്കുക. DFA ഡിസൈനിങ് അറിയാവുന്നവർക്ക് NFA ഡിസൈനിങ് വലിയ ഡിഫിക്കൽട്ട് ആയിരിക്കത്തില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഇക്വലൻസ് ഓഫ് എ DFA ആൻഡ് NFA. അതിന് നിങ്ങൾക്ക് പ്രൂഫ് ആയിട്ടൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടാൽ തന്നെ നിങ്ങൾ പ്രൂഫ് ബൈ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ TOCയിൽ വെരി മച്ച് വാലിഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾ യു ടേക്ക് എ NFA, ആ NFA എങ്ങനെയാണ് DFAയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് സബ്സെറ്റ് കൺസ്ട്രക്ഷൻ വഴി നിങ്ങൾ ചെയ്ത് കാണിച്ചാലും മതി. നോർമലി കൺവേർഷൻ ആയിരിക്കും ചോദിക്കുന്നത്. ദേ വിൽ ഗീവ് യു ആൻ NFA. ആ NFAക്ക് കറസ്പോണ്ടിങ് ആയിട്ട് DFA സബ്സെറ്റ് കൺസ്ട്രക്ഷൻ വഴി ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. അതിനായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന്. ദെൻ സമയം കിട്ടുവാണെങ്കിൽ ഇക്വലൻസ് ഓഫ് എ ഗ്രാമർ ആൻഡ് DFA നോക്കാം. അതും സമയമുള്ളവർ അത് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് സ്റ്റിൽ കൺഫേം ആയിട്ട് നമുക്ക് പറയാവുന്നത് മേളിലത്തെ ഇക്വലൻസ് ആയിരിക്കും. ഐ തിങ്ക് വി ക്യാൻ മൂവ് ടു ദ സെക്കൻഡ് മോഡ്യൂൾ. സെക്കൻഡ് മോഡ്യൂളിൽ മേജറായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് റെഗുലർ എക്സ്പ്രഷൻസിനെ കുറിച്ചാണ്. റെഗുലർ എക്സ്പ്രഷൻസ് നിറയെ ചോദ്യങ്ങൾ വരും. ഹോപ്പ് യു ഓൾ നോ ഹൗ ടു അണ്ടർസ്റ്റാൻഡ് എ റെഗുലർ എക്സ്പ്രഷൻ. ഒരു തന്നിരിക്കുന്ന റെഗുലർ എക്സ്പ്രഷനെ അതിന്റെ ലാംഗ്വേജിലേക്ക് മാറ്റാനും മെഷീനിലേക്ക് മാറ്റാനും തന്നിരിക്കുന്ന മെഷീന് കറസ്പോണ്ടിങ് ആയിട്ട് റെഗുലർ എക്സ്പ്രഷൻ എഴുതാനും എല്ലാം നിങ്ങൾക്ക് ചെറിയ മാർക്കുകളിൽ നിറയെ ചോദിക്കുന്നതാണ്. certain കേസസിൽ ലാംഗ്വേജിന് ഇൻസ്റ്റഡ് ആയിട്ട് ദേ വിൽ ഗീവ് എ റെഗുലർ എക്സ്പ്രഷൻ. ആ റെഗുലർ എക്സ്പ്രഷനെ ബേസ് ചെയ്ത് ലാംഗ്വേജ് എഴുതാനും അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് മെഷീൻ വരയ്ക്കേണ്ടതായിട്ടുള്ള ചാൻസസും വന്നേക്കാം. അതുകൊണ്ട് റെഗുലർ എക്സ്പ്രഷന്റെ പോർഷൻ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. അത് നിങ്ങൾക്ക് ഇപ്പോഴാണെങ്കിലും അല്ല, മുന്നോട്ട് ഈ നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ പോവുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് റെഗുലർ എക്സ്പ്രഷൻസിനാണ്. ഗേറ്റിനും നെറ്റിനും ഒക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കാനായിരിക്കും. മജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് വിൽ കം ഫ്രം റെഗുലർ എക്സ്പ്രഷൻ ആണ്. അപ്പം റെഗുലർ എക്സ്പ്രഷൻ കൺഫേം ആയിട്ടും നോക്കണം. Then there is another equivalence of a regular expression and a DFA. അതിൽ നിങ്ങൾക്ക് പല അപ്രോച്ചസ് ഉണ്ട്. ഈസി ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് കീൻസ് തിയറം എന്ന് പറയുന്നതുണ്ട്. കീൻസ് തിയറം ഗിവൺ എ റെഗുലർ എക്സ്പ്രഷൻ, ആ റെഗുലർ എക്സ്പ്രഷനെ എങ്ങനെയാണ് നിങ്ങൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള NFAയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, എക്സാക്ട്ലി സെയിങ് എപ്സിലോൺ NFAയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് കീൻസ് തിയറത്തിന്റെ പാർട്ട് 1. പാർട്ട് 2-ല് given a NFA, how you convert that to corresponding regular expression. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിന് ഐ തിങ്ക് ദ മെത്തേഡ് വാസ് കോൾഡ് സ്റ്റേറ്റ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഇത് രണ്ടും ഇക്വലൻസിന്റെ പാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതും സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രൂഫുകളാണ്. പടം വരയ്ക്കാൻ ചോദിക്കുന്നതാണ്. തന്നിട്ടുള്ള റെഗുലർ എക്സ്പ്രഷനെ ബേസ് ചെയ്ത് DFA വരയ്ക്കാൻ ചോദിക്കുന്നതാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നിരിക്കുന്ന DFAയിൽ നിന്ന് ഹൗ ടു റൈറ്റ് എ റെഗുലർ എക്സ്പ്രഷൻ. ഈസിയാണ്. അതിന് കീൻസ് തിയറം എന്ന് പറയുന്ന ആ മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാതെ വേറെ സർട്ടൻ അതർ മെത്തേഡ്സ് ടു ആഡംസ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ വേറെ മെത്തേഡുകളൊക്കെ ഉണ്ട്. ഞാൻ നോക്കിയിട്ടുള്ളതിൽ പല മെത്തേഡുകളിൽ ഏറ്റവും ബെറ്റർ ആയിട്ടും ഈസിയർ ആയിട്ടും മനസ്സിലാവുന്ന കീൻസ് തിയറം വെച്ചിട്ടാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യൂണിവേഴ്സിറ്റിക്ക് ഒരു ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻ ആണ്. ചെറിയ മാർക്കിനും ചെറുതായിട്ടും ചോദിക്കുന്നുണ്ട്. ഇൻസ്റ്റഡ് ഈവൻ ബിഗർ മാർക്സിനും ചോദിക്കാവുന്നതാണ്. പിന്നെ എല്ലാവർക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വേറൊരു ടോപ്പിക്കാണ് ക്ലോഷർ പ്രോപ്പർട്ടീസ്. അത് നിങ്ങൾ തിയറി ആയിട്ട് പഠിക്കാവുന്നതാണ്. റെഗുലർ ലാംഗ്വേജിന്റെ ക്ലോഷർ പ്രോപ്പർട്ടീസ്, ഏതെല്ലാം പ്രോപ്പർട്ടീസ് ആണ് റെഗുലർ ലാംഗ്വേജിൽ ക്ലോസ്ഡ് ആയിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾ തിയറി ആയിട്ട് ആർക്കും പഠിക്കാവുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് ഹോമോമോർഫിസം എന്ന് പറയുന്ന ഒരെണ്ണം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഹോമോമോർഫിസം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി തന്നിരിക്കുന്ന രണ്ട് ലാംഗ്വേജുകൾ റെഗുലർ ആകുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. അതായത് ക്ലോഷർ പ്രോപ്പർട്ടീസ്, എസ്പെഷ്യലി നിറയെ ക്ലോഷർ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് 3 മാർക്കിന് ചോദിക്കാനും 4 മാർക്കിനും ഒക്കെ ചോദിക്കാൻ പറ്റുന്നത് ഹോമോമോർഫിസം ആണ്. ഹോമോമോർഫിസം എന്ന് പറയുന്ന ക്ലോഷർ പ്രോപ്പർട്ടി എങ്ങനെയാണ് given a regular language, if you perform homomorphism on that regular language, റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്ന ലാംഗ്വേജും റെഗുലർ ആകുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം കേട്ടോ. ഇപ്പം ക്ലോഷർ പ്രോപ്പർട്ടി
വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ദ ലാസ്റ്റ് പാർട്ട്, ഇൻഫാക്ട് വലിയ പ്രശ്നമില്ലാതെ മാർക്ക് നിറയെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ്യൂളാണ് സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത്. അതിനകത്ത് വൺ മോർ തിങ്, മിനിമൈസേഷൻ ഉണ്ട്. മിനിമൈസേഷൻ സാധാരണ ജനറലി ഇപ്പൊ ഈ സെക്കൻഡ് മോഡ്യൂളിലെ മിനിമൈസേഷൻ നിങ്ങളോട് ഇക്വലൻസ് മെത്തേഡ് വെച്ച് ചെയ്യാൻ അങ്ങനെയായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇക്വലൻസ് മെത്തേഡ് ഒന്നും സ്പെസിഫിക് ആയിട്ടൊന്നും പറയാറില്ല. ദർ ആർ ടു മെത്തേഡ്സ് ഫോർ ഡൂയിങ് ദിസ്. ഒന്നെന്ന് പറയുന്നത് ഇക്വലൻസ് മെത്തേഡ് ഉണ്ട്, ലൈക്ക് 0 ഇക്വലൻസ്, 1 ഇക്വലൻസ്, 2 ഇക്വലൻസ്. അത് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. അതല്ല, there is one more method called table filling method. അത് മൈഹിൽ-നീറോഡ് തിയറത്തിന്റെ പാർട്ടായിട്ട് വരുന്ന മിനിമൈസേഷൻ മെക്കാനിസം ആണ്. അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. The exam പോയിന്റിൽ they will ask you to minimize a given DFA. If they are not saying specifically like use this method or that method, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. Some people find the equivalence method to be more easier. അങ്ങനെയുള്ളവർക്ക് equivalence method യൂസ് ചെയ്യാം. Make sure നിങ്ങളോട് ചോദിക്കാൻ നേരത്തെ മൈഹിൽ-നീറോഡ് തിയറം എന്ന് പറയുന്ന തിയറത്തിനെ ബേസ് ചെയ്തോ ഇല്ലെങ്കിൽ മൈഹിൽ-നീറോഡ് റിലേഷനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളോട് മിനിമൈസേഷൻ ചോദിക്കുന്നത് എങ്കിൽ യു നീഡ് ടു ഡെഫിനറ്റ്ലി ഡു ദാറ്റ് ഇൻ ടേബിൾ ഫില്ലിംഗ് മെത്തേഡ്. ടേബിൾ ഫില്ലിംഗ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അത് മൈഹിൽ-നീറോഡ് തിയറത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണ് എങ്കിൽ മിനിമൈസ് ദ ഫോളോയിങ് DFA ബേസ്ഡ് ഓൺ മൈഹിൽ-നീറോഡ് റിലേഷനോ അല്ലെങ്കിൽ മൈഹിൽ-നീറോഡ് തിയറോ എന്നൊക്കെ പറയുവാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ടേബിൾ ഫില്ലിംഗ് മെത്തേഡാണ്. അതർവൈസ് സിംപ്ലി ഇഫ് ദേ ആസ്ക് യു ടു മിനിമൈസ് എ ഗിവൺ DFA, തന്നിരിക്കുന്ന DFA മിനിമൈസ് ചെയ്യാൻ നിങ്ങളോട് സിംപ്ലി ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് ഐദർ ടേബിൾ ഫില്ലിംഗ് മെത്തേഡ് ഓർ ദ ഏർലിയർ മെത്തേഡ്, ഇക്വലൻസ് മെത്തേഡ്. ഓക്കെ, മിനിമൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കൺഫേം ആയിട്ടും മിനിമൈസേഷൻ ഒരു ബിഗ് മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും കൂടിയ മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ മിനിമൈസേഷൻ ആണ്. മിനിമൈസേഷൻ ഒക്കെ നിങ്ങൾ നോക്കി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇറ്റ്സ് എ ലെങ്തി പ്രോസസ്. ഈവൻ ദോ ദ ലാസ്റ്റ് ആൻസർ അത്രയ്ക്ക് കറക്റ്റ് അല്ല എങ്കിൽ പോലും ലേറ്റർ ഓൺ സ്റ്റെപ്സിനകത്ത് നിങ്ങൾ പ്രോപ്പറായിട്ടൊക്കെയാണ് ഫോളോ ചെയ്ത് വരുന്നതെങ്കിൽ ടീച്ചേഴ്സ് വിൽ സംഭവം ഗിവ് യു സം മാർക്സ്, കുറച്ച് മാർക്കൊക്കെ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതൊരിക്കലും മിസ് ചെയ്യരുത്. മിനിമൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, so that's it regarding second module. Second module regular expression confirm ആയിട്ട് നോക്കണം. regular expression നിറയെ മാർക്കിന് ചോദിക്കും, ചെറിയ മാർക്കിനും വലിയ മാർക്കിനും എല്ലാം ചോദിക്കും. വലിയ മാർക്കിന് ചോദിക്കുക എന്ന് പറയുമ്പോൾ ഡയറക്ട്ലി വലിയ മാർക്കിന് ചോദിച്ചില്ലെങ്കിൽ പോലും വലിയ മാർക്കിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യനിന്റെ ലാംഗ്വേജിന് പകരം സംടൈംസ് ദേ വിൽ ഗിവ് യു എ റെഗുലർ എക്സ്പ്രഷൻ. ആ റെഗുലർ എക്സ്പ്രഷനെ ബേസ് ചെയ്തിട്ട് എഴുതേണ്ടതായിട്ട് വരും. ജസ്റ്റ് ഗിവ് മീ 2 minutes. ഞാൻ ഇപ്പം വരാവേ. ഹലോ, ഒരു 2 minutes, ഒരു ബ്രേക്ക്. ഹലോ. Yes, sir. ഓക്കെ, we will continue. സോ ഇപ്പം പറഞ്ഞത് റിഗാർഡിങ് സെക്കൻഡ് മോഡ്യൂളിൽ തിയറി ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്. എല്ലാ ക്ലോഷർ പ്രോപ്പർട്ടിയും ഏതെല്ലാമാണ്, റെഗുലർ ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലോഷർ പ്രോപ്പർട്ടിനെ ഐഡന്റിഫൈ ചെയ്യുക. പ്ലസ് ഹോമോമോർഫിസം ആസ് എ ക്ലോഷർ പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കൊള്ളുക. പിന്നെ റെഗുലർ എക്സ്പ്രഷനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു. ദെൻ മിനിമൈസേഷൻ ഈ മോഡ്യൂളിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ചോദിക്കുകയാണെങ്കിൽ വിത്തൗട്ട് സേയിങ് എനിത്തിങ് then you can go with the equivalence method. Otherwise table filling method ആയിരിക്കും more apt ആയിട്ടുള്ളത്. Okay, so then if we come to third module ആദ്യത്തെ പാർട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ മൈഹിൽ-നീറോഡ് റിലേഷൻ ആണ്. മൈഹിൽ-നീറോഡ് റിലേഷന് ബേസിക്കലി നമ്മുടെ മേജർ പർപ്പസ് എന്ന് പറയുന്നത് why we learn this, നമ്മുടെ ഈ സബ്ജക്റ്റിൽ ഇത് പഠിക്കുന്നത് മിനിമൈസേഷന് വേണ്ടിയാണ്. ആപ്ലിക്കേഷൻ ഓഫ് മൈഹിൽ-നീറോഡ് തിയറം എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതിനകത്ത് മേജർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മിനിമൈസേഷൻ ഓഫ് എ ഗിവൺ DFA. മിനിമൈസേഷൻ തന്നിരിക്കുന്ന DFAയിൽ 5 സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അതിനെ 4 സ്റ്റേറ്റിലോ 3 സ്റ്റേറ്റിലോ റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബേസിക് നോളജിൽ
മിനിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ മൈക്കിൾ ന്യൂറോണിന്റെ മേജർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മിനിമൈസേഷൻ ആണ്. ഇഫ് വി കം ടു ദ സെക്കൻഡ് പാർട്ട്, അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ടേബിൾ ഫില്ലിംഗ് മെത്തേഡ് പഠിക്കേണ്ടതാണ് കേട്ടോ. ടേബിൾ ഫില്ലിംഗ് മെത്തേഡ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്. നിറയെ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം അതിനകത്തു നിന്ന്. കൺഫേം ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ടേബിൾ ഫില്ലിംഗ് മെത്തേഡ് വെച്ച് തന്നെ ചോദിക്കാറുണ്ട്. കാരണം ഈ പോർഷനകത്ത് വേറൊന്നും അതിനകത്ത് മേജറായിട്ട് വരാനില്ല. ദെൻ വി കം ടു ദ സെക്കൻഡ് പാർട്ട് ഓഫ് തേർഡ് മോഡ്യൂൾ. അതിനകത്തുള്ളത് കോണ്ടെക്സ്ച്വലി ഗ്രാമർ ആണ്. അപ്പം എല്ലാത്തിൻ്റെയും ഫോർമൽ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. NTPS ഫോർ കോണ്ടെക്സ്ച്വലി ഗ്രാമർ എങ്ങനെയാണ് പ്രൊഡക്ഷൻ റൂള് ഫ്രം ദ ഏർലിയർ റെഗുലർ ഗ്രാമറിൽ നിന്ന് ഡിഫർ ആകുന്നു എന്നുള്ളതൊന്ന് നോട്ട് ചെയ്തോണം. അപ്പം അത് നോക്കേണ്ടതാണ്. ദെൻ മേജറായിട്ട് പിന്നെ ഈ പ്രൂഫ് ഓഫ് കറക്റ്റ്നെസ്, ദോസ് ഹു ഫൈൻഡ് ഇറ്റ് ടൈം ഉള്ളവർ നോക്കിക്കോളുക. അതൊന്നുമില്ല തന്നിരിക്കുന്ന ഒരു CFGയെ ഹൗ യു കൺവേർട്ട് ടു എക്സാക്ട് ലാംഗ്വേജിലേക്കും ഇല്ലെങ്കിൽ തന്നിരിക്കുന്ന ലാംഗ്വേജിനെ ബേസ് ചെയ്ത് എങ്ങനെ ഒരു CFG എഴുതുന്നു എന്നൊക്കെ പറഞ്ഞ് സിമ്പിൾ മെക്കാനിസം ആണ്. അത് താല്പര്യമുള്ളവർ നോക്കുക. നിറയെ വീഡിയോസ് ഒക്കെ ഉണ്ട് നിറയിടത്ത്. ഇല്ലെങ്കിൽ ഇൻഫാക്ട് യുവർ ടീച്ചേഴ്സ് ഹാവ് ഗിവൺ യു നോട്ട്സ്. അപ്പൊ അതിനകത്തുനിന്ന് മേജറായിട്ട് നോക്കേണ്ടത് കോണ്ടെക്സ്ച്വലി ഗ്രാമർ, ഹൗ ടു റൈറ്റ് കോണ്ടെക്സ്ച്വലി ഗ്രാമർ. കോണ്ടെക്സ്ച്വലി ഗ്രാമർ ചിലപ്പം സംടൈംസ് ദേ വിൽ ഗീവ് യു എ ലാംഗ്വേജ്, ആ ലാംഗ്വേജിനെ ബേസ് ചെയ്ത് ഗ്രാമർ എഴുതാൻ പറയും. അങ്ങനെയുള്ള കേസുകളുണ്ട്. അങ്ങനെയും ചോദിച്ചേക്കാം. അപ്പം ഗ്രാമർ എഴുതുന്നതൊന്ന് നോക്കണം. നിറയെ പോസിബിലിറ്റി ഉണ്ട് ഗ്രാമർ എഴുതാനുള്ളത്. നിറയെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഗ്രാമറിന്റെ പോർഷനിൽ നിന്ന്. ഇൻഫാക്ട് ഏറ്റവും കൂടുതൽ ഗ്രാമറിന്റെ പോർഷൻ ചോദിക്കുന്നത് കോണ്ടെക്സ്ച്വലി ഗ്രാമറിനെയാണ്. റെഗുലർ ഗ്രാമറിലും കൂടുതൽ കോണ്ടെക്സ്ച്വലി ഗ്രാമറിനുമായിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ അവർ ലാംഗ്വേജ് ആയിരിക്കും തരുന്നത്, ലാംഗ്വേജിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രാമർ എഴുതാൻ പറയും നിങ്ങളുടെ അടുത്ത്. ഓക്കെ, സോ ഡെറിവേഷൻ ടു യുവർ പാർട്സ് ട്രീ, അതിനെക്കുറിച്ച് ചോദിക്കാം. എങ്ങനെയാണ് ലെഫ്റ്റ് ഡെറിവേഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് റൈറ്റ് ഡെറിവേഷൻ ചെയ്യുന്നത്. ദർ ഇസ് സംതിങ് കോൾഡ് ആംബിഗ്യുവസ് ഗ്രാമർ, അല്ലെങ്കിൽ ആംബിഗ്വിറ്റി എന്ന് പറയുന്ന ടേം ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻ ആണ്. അത് തന്നിരിക്കുന്ന ഗ്രാമർ ആംബിഗ്യുവസ് ആണോ അൺആംബിഗ്യുവസ് ഗ്രാമർ ആണോ എന്ന് ഫ്രീക്വന്റ് ആയിട്ട് എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്നതാണ്. അപ്പൊ അത് നോക്കേണ്ടതാണ്. അപ്പൊ ഈ ഡെറിവേഷൻ ട്രീ നോക്കുക. ലെഫ്റ്റ് ഡെറിവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, റൈറ്റ് ഡെറിവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, തന്നിരിക്കുന്ന ഗ്രാമർ ആംബിഗ്യുവസ് ഗ്രാമർ ആണോ അൺആംബിഗ്യുവസ് ഗ്രാമർ ആണോ എന്നുള്ളത് നോക്കുക. അതും നോട്ട്സ് നിങ്ങൾക്ക് കാണും. അത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ദെൻ ദ ലാസ്റ്റ് നോർമൽ ഫോംസ് ഉണ്ട്. വി ഹാവ് എക്സാക്ട്ലി ചോംസ്കി നോർമൽ ഫോമും ഉണ്ട്, ഗ്രേ ബാക്ക് നോർമൽ ഫോമും ഉണ്ട്. ചോംസ്കിയും ഗ്രേ ബാക്കും നിങ്ങൾക്ക് കൺഫേം ആയിട്ടും യൂണിവേഴ്സിറ്റിക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അറ്റ്ലീസ്റ്റ് മേക്ക് ഷുവർ ഈ ചോംസ്കി നോർമൽ ഫോമിനും ഗ്രേ ബാക്ക് നോർമൽ ഫോമിനും ഒരു ഫോം ഉണ്ട്. എങ്ങനെയാണ് ഒരു ചോംസ്കിയിലുള്ള ഗ്രാമർ ഇരിക്കുന്നതും ഗ്രേ ബാക്കിലുള്ള ഗ്രാമർ ഇരിക്കുന്നതും എന്നുള്ളതും നിങ്ങൾ നോക്കി വെക്കുക. മേക്ക് ഷുവർ അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് എഴുതുന്ന ഗ്രാമർ എങ്കിലും ആ ഒരു ഫോർമാറ്റിൽ എഴുതാൻ നോക്കുക കേട്ടോ. ഈ ചോംസ്കിക്കും ഗ്രേ ബാക്കിനും ലോങ് സ്റ്റെപ്സ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഡെഫിനറ്റ്ലി ചോദിക്കുന്നത് ഒരു പാർട്ടിൽ ചോംസ്കിയും ചോദിക്കും, സെക്കൻഡ് പാർട്ടിൽ ഗ്രേ ബാക്കും ചോദിക്കും. ഇപ്പം ഗ്രേ ബാക്കിലുള്ള ആ ഗ്രാമറിനെ മീൻസ് തന്നിരിക്കുന്ന ഗ്രാമർ ഗ്രേ ബാക്കിലാണോ എന്നുണ്ടെങ്കിൽ ബിഫോർ ദാറ്റ് ഇറ്റ് നീഡ് ബി കൺവേർട്ടഡ് ടു ചോംസ്കി. ഇപ്പം വലിയ മാർക്ക് ആണെങ്കിൽ ഡയറക്ട്ലി ഗ്രേ ബാക്ക് ചോദിക്കുന്ന ടൈമിൽ തന്നിരിക്കുന്ന ഗ്രാമറിനെ നിങ്ങൾ ചോംസ്കിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ലേറ്റർ ഓൺ നിങ്ങൾ അത് ഗ്രേ ബാക്കിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ വളരെ റെയർ ആയിട്ടേ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. തന്നിരിക്കുന്ന ഗ്രാമർ ഒന്നെങ്കിൽ ചോംസ്കിയിലായിരിക്കും. അങ്ങനെയല്ല ചോദിക്കുന്നതെങ്കിൽ ആദ്യത്തെ പാർട്ടിൽ തന്നിരിക്കുന്ന ഗ്രാമറിനെ ചോംസ്കിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയും. സെക്കൻഡ് പാർട്ടിൽ ഈ സെയിം ഗ്രാമറിനെ എടുത്ത് ഗ്രേ ബാക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറയും. അപ്പം യു മേ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഫ്രം ദാറ്റ്. അത് കൺഫേം ആയിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പം നോർമൽ ഫോംസ് നോക്കേണ്ടതാണ്. ചോംസ്കി നോർമൽ ഫോം ആൻഡ് ഗ്രേ ബാക്ക് നോർമൽ ഫോം. അതിന് ലെങ്തി പ്രോസസ് ആണ്. ഇൻഫാക്ട് അത് കുറച്ച് ലെങ്തിയർ ആയിട്ടുള്ള പ്രോസസ് ആണ്. ചിലപ്പോൾ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നിങ്ങൾക്ക് ഗ്രേ ബാക്ക് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ, ഹൗ മെനി മാർക്സ് നോക്കുക. സർട്ടൻ ക്വസ്റ്റ്യൻസിൽ ഗ്രേ ബാക്കിന്റെ കേസിൽ ലെഫ്റ്റ് റിക്കർഷൻ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ട് കാണണം. അങ്ങനെ ലെഫ്റ്റ് റിക്കർഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചോദിക്കുന്നത് എങ്കിൽ അത് ബിഗർ മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ അങ്ങനെയും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ നോർമൽ ഫോം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പൊ ഇൻ ഷോർട്ട്, തേർഡ് മോഡ്യൂൾ കൺഫേം ആയിട്ടും ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് ടേബിൾ ഫില്ലിംഗ് മെത്തേഡ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്ക് 3 മാർക്കിന് നിറയെ പോസിബിലിറ്റീസ് ഉണ്ട്, ചെറിയ മാർക്കിന് നിറയെ പോസിബിലിറ്റീസ് ഉണ്ട്. കോണ്ടെക്സ്ച്വലി ഗ്രാമറിനെ കുറിച്ച് ചോദിക്കും, ദെൻ ഡെറിവേഷൻ ട്രീ എന്നാന്ന് ചോദിക്കും, ലെഫ്റ്റ് ഡെറിവേഷൻ, റൈറ്റ് ഡെറിവേഷൻ, ഓൾ ദോസ് തിങ്സ്.
ആംബിഗ്യൂസ് ആണോ അല്ലയോ, ഗിവൺ ഗ്രാമർ ഈസ് ആംബിഗ്യൂസ് ഗ്രാമർ ഓർ നോട്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ആൻഡ് സെക്കൻഡ് പാർട്ടിൽ ലാർജർ മാർക്കിന് ചോദിക്കാൻ പറ്റുന്നത് ഗ്രേ ബാക്ക് നോർമൽ ഫോമും ചോംസ്കി നോർമൽ ഫോമും ഉണ്ട്. ഓക്കെ, സോ ഇപ്പൊ മേക്ക് ഷുവർ യു കവർ ഓൾ ദീസ് തിങ്. ആദ്യത്തെ പോർഷൻ കവർ ചെയ്യാൻ നേരത്ത് മിനിമൈസേഷൻ, ടേബിൾ ഫില്ലിംഗ് മെത്തേഡ് പഠിച്ചോളുക. രണ്ടാമത്തെ പോർഷനിൽ ഈ പറയുന്ന ഡെറിവേഷൻ ട്രീ, ആംബിഗ്യൂസ് ഗ്രാമർ എങ്ങനെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത് പഠിക്കുക. കോണ്ടെക്സ്റ്റി ഗ്രാമറിന്റെ സിമ്പിൾ കോണ്ടെക്സ്റ്റി ഗ്രാമർ എങ്ങനെ എഴുതുന്നു എന്നുള്ളതും കൺഫേം ആയിട്ട് നോക്കുക. ദെൻ ലാസ്റ്റ് ആയിട്ടുള്ള നോർമലൈസേഷൻ, ചോംസ്കി നോർമൽ ഫോം, ഗ്രേ ബാക്ക് നോർമൽ ഫോം. Okay, that's it from third module. Is that okay? Hello? Yes, sir. Yes, sir. Okay. Okay, we will come to fourth module. Fourth module definitely PDA, pushed on automata. Pushed on automata il ningukku exactly saying we have two kinds of automata, pushed on automata. Deterministic PDA and non-deterministic PDA. Most of the questions you will solve in PDA belongs to deterministic PDAs ആയിരിക്കും. A raised to n, B raised to n. അതിന് അതുപോലെ തന്നെ പവേഴ്സ് ഓഫ്, ഞാനിത് നേരത്തെ പറയാൻ വിട്ടതാണ്, നമ്മൾ ഫസ്റ്റ് മെഷീൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫൈനൈറ്റ് ഓട്ടോമേറ്റ. ഫൈനൈറ്റ് ഓട്ടോമേറ്റ ആയാലും നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് യു വിൽ ലേൺ ദ ഫസ്റ്റ് വൺ വാസ് ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ, DFA. രണ്ടാമത്തത് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ, then എപ്സിലോൺ NFA അല്ലേ? ഈ മൂന്നെണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു, DFA, NFA ആൻഡ് എപ്സിലോൺ NFA. ഇതിന്റെ മൂന്നിനെ പവർ എന്ന് പറയുന്നത് എന്താ? ഈക്വൽ ആണോ? ഹലോ, പവർ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടർ എന്ന ലാംഗ്വേജിന്റെ അക്സെപ്റ്റൻസിന്റെ കേപ്പബിലിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പവർ ഈ മെഷീനിൽ പറയുന്നത്. വിച്ച് മീൻസ് NFAക്കും DFAക്കും എപ്സിലോൺ NFAക്കും എല്ലാം ഈക്വൽ പവർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സിംപ്ലസ്റ്റ് ലോജിക് ഈസ് ഇഫ് യു ഹാവ് എ DFA, അതിന് നിങ്ങൾക്ക് NFA ആക്കാൻ പറ്റും, ആ NFA എപ്സിലോൺ NFA ആക്കാൻ പറ്റും, അതുപോലെ തന്നെ തിരിച്ചെല്ലാം ചെയ്യാൻ പറ്റും. ഒരു എപ്സിലോൺ NFA കിട്ടുവാണെങ്കിൽ അതിനകത്ത് നോർമൽ NFA കണ്ടുപിടിക്കാൻ പറ്റും, ആ NFAയിൽ നിന്ന് DFA കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ വിച്ച് മീൻസ് പവേഴ്സ് ഓഫ് NFA, DFA ആൻഡ് എപ്സിലോൺ NFA ആർ ഓൾ ദ സെയിം കേട്ടോ. സോ അതെപ്പോഴും ചോദിക്കുന്നതാണ്, 3 മാർക്കിനൊക്കെ സ്ഥിരമായിട്ട് ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. എല്ലാത്തിനെയും പവർ ഈക്വൽ ആണ് ഇൻ ദ കേസ് ഓഫ് എ DFA, NFA and epsilon NFA. Whereas in the case of PDA, PDA കേസിൽ ഡിറ്റർമിനിസ്റ്റിക് PDAയും നോൺ ഡിറ്റർമിനിസ്റ്റിക് PDA ഉണ്ട്. അതിന്റെ പവർ ഈക്വൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിന്റെ പവർ ഈക്വൽ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോൺ ഡിറ്റർമിനിസ്റ്റിക് PDAs ആണ് ഹയർ പവർ ഉള്ള. വിച്ച് മീൻസ് നിങ്ങളോട് തന്നിരിക്കുന്ന ഗ്രാമർ കോണ്ടെക്സ്റ്റി ഗ്രാമർ ആണ് എങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് വരയ്ക്കാൻ പറ്റുന്നത് ഒന്നെങ്കിൽ എനിക്കൊരു ഡിറ്റർമിനിസ്റ്റിക് PDA വരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കൊരു നോൺ ഡിറ്റർമിനിസ്റ്റിക് PDA വരയ്ക്കാൻ പറ്റും. ഇൻ മജോറിറ്റി കേസസിൽ നിങ്ങൾ പഠിക്കുന്ന നിറയെ എക്സാമ്പിൾസും ഡിറ്റർമിനിസ്റ്റിക് ആണ് എങ്കിൽ പോലും ലാർജർ സെറ്റ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്ന നോൺ ഡിറ്റർമിനിസ്റ്റിക് നേച്ചർ ഉള്ള PDAs ആയിരിക്കും. അപ്പം നോൺ ഡിറ്റർമിനിസ്റ്റിക് PDA എന്ന് പറയുന്നതാണ് ലാർജർ സെറ്റ്. അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, ആർ ദ പവേഴ്സ് ഓഫ് എ ഡിറ്റർമിനിസ്റ്റിക് PDA ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക് PDA ഈക്വൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു മസ്റ്റ് സേ ദ ആൻസർ ഇസ് നോ. നോ എന്ന് പറയണം. റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോൺ ഡിറ്റർമിനിസ്റ്റിക് PDA എന്ന് പറയുന്നതാണ്. അതായത് സിമ്പിൾ ലോജിക് നിങ്ങളോട് പറയുകയാണ്, ഒരു കോണ്ടെക്സ്റ്റി ഗ്രാമർ വരുന്നു, അതിന് കറസ്പോണ്ടിങ് ഒരു PDA നിങ്ങൾക്ക് വരയ്ക്കാൻ പറയുകയാണെങ്കിൽ കൺഫേം ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നത് അതിനൊരു നോൺ ഡിറ്റർമിനിസ്റ്റിക് PDA വരയ്ക്കാൻ പറ്റും. എല്ലാ കോണ്ടെക്സ്റ്റി ഗ്രാമേഴ്സിനും ഡിറ്റർമിനിസ്റ്റിക് PDA വരയ്ക്കണമെന്നുള്ളത് നമുക്ക് നിർബന്ധം പറയാൻ പറ്റത്തില്ല. ബട്ട് ഫോർ യു എക്സാമിനേഷന് നിങ്ങൾക്ക് ഈ പറയുന്ന ഓൾമോസ്റ്റ് എല്ലാ PDAസും A raised to n, B raised to n PDAയും അല്ലെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് എയും ഈക്വൽ നമ്പർ ഓഫ് ബിയും വരുന്നതും WC WR വരുന്നതും WC W വരുന്നതും ഇതെല്ലാം ഇൻഫാക്ട് ദേ ആർ ഓൾ ഡിറ്റർമിനിസ്റ്റിക് PDAs. നിങ്ങൾക്ക് എക്സാക്ട് ആയിട്ട് നോൺ ഡിറ്റർമിനിസ്റ്റിക് PDA ഒന്നാണ് മജോറിറ്റിയും എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്നത് കാണുന്നത്. ദാറ്റ് ഈസ് WWR. ഈവൻ ലെങ്ത് പാലൻഡ്രോം, ഓഡ് ലെങ്ത് പാലൻഡ്രോം, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. സോ അപ്പം റിമെമ്പർ ദിസ്, PDAയിൽ ഡിറ്റർമിനിസ്റ്റിക് PDA ഉണ്ട്, നോൺ ഡിറ്റർമിനിസ്റ്റിക് PDA ഉണ്ട്. അതിന്റെ പവർ രണ്ടും ഈക്വൽ അല്ല. നോൺ ഡിറ്റർമിനിസ്റ്റിക് PDAക്കാണ് കൂടുതൽ പവർ ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ നോൺ ഡിറ്റർമിനിസ്റ്റിക് PDA കുറിച്ചും പറയുന്നു, PDA കുറിച്ചും പറയുന്നു. നമ്മൾ ജനറലി വെൻ വി സേ അബൌട്ട് PDA, നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ PDA എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ വി മസ്റ്റ് കൺസിഡർ അവർ PDA ആസ് നോൺ ഡിറ്റർമിനിസ്റ്റിക് PDA. നോൺ ഡിറ്റർമിനിസ്റ്റിക് PDA എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത് കേട്ടോ.
ഈ നോൺ ഡിറ്റർമിനിസ്റ്റിക് പി ഡിയുടെ ഒരു സബ്സെറ്റ് ആണ് ഡിറ്റർമിനിസ്റ്റിക് പി ഡി എസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡിറ്റർമിനിസ്റ്റിക് പി ഡി എ ചോദിക്കാൻ നേരത്ത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്തോളുക. A⁻n B⁻n പാറ്റേണിൽ വരുന്ന നിറയെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈക്വൽ നമ്പർ ഓഫ് എയും ഈക്വൽ നമ്പർ ഓഫ് ബിയും, ഇല്ലെങ്കിൽ എ ഡയറക്റ്റ് ബി ഡയറക്റ്റ് എ എന്നൊക്കെ പറയുന്ന രീതിയിൽ ചോദിക്കാം. ദാറ്റ് ഈസ് A⁻2n B⁻n A⁻n B⁻2n ആ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം ചോദിക്കാം. A⁻n B⁻n C⁻m ചോദിക്കാം. 3 ടേമിനെ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പി ഡി എ പറ്റില്ല. ആ കൂടി 2 ടേമുകൾക്ക് നമുക്ക് പി ഡി എ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വിച്ച് മീൻസ് വി ആർ യൂസിങ് എ സ്റ്റാക്കിന്റെ ലിമിറ്റേഷൻ കൊണ്ട് അപ്പം എയും ബിയെയും കൂടി ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. എയും ബിയെയും കൂടി ഇക്വേറ്റ് ചെയ്യാൻ നേരത്തെ എ എല്ലാം വരുമ്പോൾ നമ്മൾ പുഷ് ചെയ്യുന്നു, ബി എല്ലാം വരുന്ന സമയത്ത് ഓരോ എയും പോപ്പ് ഔട്ട് ചെയ്യുന്നു. ദെൻ എല്ലാം തീർന്നു കഴിയുമ്പോഴത്തേക്കിന് സ്റ്റാക്ക് എം ടി ആയെങ്കിൽ എ ഈക്വൽ നമ്പർ ഓഫ് എയും ഈക്വൽ നമ്പർ ഓഫ് ബി എന്ന് പറയുന്ന ലോജിക്ക്. അപ്പൊ 3 ടേം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്, എയും ബി എ നമ്മൾ ഈക്വേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ എയും ബി എ ഈക്വേറ്റ് ചെയ്യുന്നത് സ്റ്റാക്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതായതുകൊണ്ട് അങ്ങനെ പറ്റി. അപ്പൊ ഇനി എയും ബിയും തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സി എ ആരുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റാക്കിന്റെ ലിമിറ്റേഷൻ വിട്ട് 3 ടേമിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനാണ് നമ്മൾ അടുത്ത മെഷീൻ ട്യൂറിംഗ് മെഷീനിലേക്ക് പോകുന്നത്. വേർ വി ഹാവ് എ ടേപ്പ്, ഒരു സ്റ്റോറേജ്, ഒരു പെർമനന്റ് സ്റ്റോറേജ് നിങ്ങൾക്ക് വരുന്ന മെക്കാനിസം ആണ് അടുത്തതിൽ വരുന്നത്. അപ്പം മേജർ ആയിട്ട് നിങ്ങൾ ഡിറ്റർമിനിസ്റ്റിക് പി ഡി എയിൽ നിറയെ ഡിറ്റർമിനിസ്റ്റിക് പി ഡി എസ് ചോദിക്കാം. A⁻n B⁻n പാറ്റേണിലുള്ളത് ചോദിക്കാം. WC/WR ചോദിക്കാം, WC/W ചോദിക്കാം, A⁻n B⁻n C⁻m ചോദിക്കാം. ദെൻ എയുടെ തന്നെ എയും ബിയും വരാൻ നേരത്ത് ഡബിൾ എയും സിംഗിൾ ബിയും അങ്ങനത്തെ രീതിയിലുള്ള വരാം. അതായത് ഒരു എയ്ക്ക് 2 ബി വെച്ചിട്ടും ഒരു എയ്ക്ക് 3 ബി വെച്ചിട്ടും അങ്ങനെയുള്ള മെക്കാനിസംസ് എല്ലാം ചോദിക്കാം. 2 ടേമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേറ്റ് ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇൻഫാക്ട് ദർ ഇസ് എ സിംഗിൾ പ്രോബ്ലം വിച്ച് കംസ് ഇൻ നോൺ ഡിറ്റർമിനിസ്റ്റിക് പി ഡി എ പാർട്ട്. അതാണ് എപ്പോഴും ചോദിക്കുന്നതായിട്ട് കാണാറുള്ളത്. ദാറ്റ് ഈസ് WC/WR. WC/WR ചോദിക്കുന്നതാണ്. WC/WR വിച്ച് മീൻസ് ആദ്യത്തെ ടേമിന്റെ റിവേഴ്സൽ വരുന്നത് കേട്ടോ. അതിനെ ബേസ് ചെയ്ത് ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ടേം ഉണ്ട്. നമ്മൾ ഈ ടി തിരിച്ചിടുന്ന ഒരു സാധനം ഇട്ടിട്ട് എഴുതുന്ന സാധനം ഓർക്കുന്നില്ലേ, ഐ ഡി ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷനും ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്. ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ. പി ഡി എ നോക്കാൻ പറഞ്ഞു. പി ഡി എയിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡിറ്റർമിനിസ്റ്റിക് പി ഡി എക്കകത്ത് വരുന്നതായിട്ടുള്ള നിറയെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞത്. ലൈക്ക് A⁻n B⁻n അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കാൻ പറഞ്ഞു. നോൺ ഡിറ്റർമിനിസ്റ്റിക് പി ഡി എക്കകത്ത് വരുന്നതാണ് WC/WRന്റെ WC/WR എന്ന് പറയുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് ഓഡ് ലെങ്ത് പാലിൻഡ്രോം അല്ലേ. ഓഡ് ലെങ്ത് പാലിൻഡ്രോം ഡിറ്റർമിനിസ്റ്റിക് ആണ് വരുന്നത്. ഈവൻ ലെങ്ത് പാലിൻഡ്രോം ആണെങ്കിൽ ദാറ്റ് കംസ് ആസ് നോൺ ഡിറ്റർമിനിസ്റ്റിക്. ദെൻ പവർ നോക്കിക്കോളാം. ദെൻ അടുത്ത പോർഷനിനകത്ത് നിങ്ങൾക്ക് വരാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലൻസ് ഓഫ് എ പി ഡി ആൻഡ് സി എഫ് ജി. ഈക്വലൻസ് ഓഫ് എ പി ഡി ആൻഡ് സി എഫ് ജി, അതായത് തന്നിരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഗ്രാമറിനെ അതിന്റെ കറസ്പോണ്ടിങ് പി ഡി എയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും അതിന്റെ ഓപ്പോസിറ്റ് ഒരു പി ഡി എയെ ഒരു കോണ്ടെക്സ്റ്റ് ഗ്രാമറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള മെക്കാനിസംസ് ഉണ്ട്. ഇൻഫാക്ട് ഞാൻ തന്നെ ചെയ്ത വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്, കയറി നോക്കിക്കോളുക. സിമ്പിൾ അപ്രോച്ച് ഈസ് ദെയർ. ഒരു തന്നിരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഗ്രാമറിനെ യു ക്യാൻ ഡയറക്ട്ലി കൺവേർട്ട് ടു പി ഡി എ. ചെറിയ മാർക്കുകൾക്കും എസ് എകൾക്കും ഒക്കെ ആയിട്ട് ചോദിക്കാവുന്ന മോസ്റ്റ് കംസ് ആസ് എ ബിഗ് ക്വസ്റ്റ്യൻ എസ് എ ആയിട്ടായിരിക്കും ചോദിക്കാറുള്ളത്. തന്നിരിക്കുന്ന സി എഫ് ജിയെ നിങ്ങൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു? പി ഡി എയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. പി ഡി എയെ സി എഫ് ജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇൻഫാക്ട് അത് ഇച്ചിരി ടഫാണ്. ടഫ് ഒന്നും അല്ല എങ്കിൽ പോലും എക്സാം മൊമെന്റിൽ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ആകും. അത് പഠിച്ചിട്ടില്ലെങ്കിൽ വിട്ടേക്കുക. ആദ്യത്തെ പോർഷൻ ഈസിയാണ്. തന്നിരിക്കുന്ന ഗ്രാമറിനെ എങ്ങനെയാണ് ഒരു മെഷീനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇൻഫാക്ട് നമ്മൾ കോണ്ടെക്സ്റ്റ് ഗ്രാമറിനെ കുറിച്ചാണ് പറഞ്ഞത്. കോണ്ടെക്സ്റ്റ് ഗ്രാമറിനെ എങ്ങനെയാണ് ഒരു പുഷ് ഡൗൺ ഓട്ടോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഈസി ആയിട്ട് ചെയ്യാം. നേരത്തെ നിങ്ങൾ സെയിം ചെയ്ത മെക്കാനിസം തന്നെയാണ്. ഗ്രാമറിന് ഫോർമൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്നും ടിയും പിയും എസും ആണ്. വേറെ മെഷീൻ ഉള്ളതെന്ന് പറയുന്നത് ഏതാണ് വരുന്നത്? മെഷീൻ ഹാസ് ദിസ് ട്യൂപ്പിൾ റെപ്രസെന്റേഷൻ ക്യൂ സിഗ്മ ഡെൽറ്റ ക്യൂ നോട്ട് എഫ് അല്ലേ. അപ്പൊ എങ്ങനെയാണ് എൻ ടി പി എസിനെ ക്യൂവും സിഗ്മയും ഡെൽറ്റയും ക്യൂ നോട്ട് എഫിലേക്കും കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് there are so many easy methods. അത് നിങ്ങൾ നോക്കേണ്ടതാണ് കേട്ടോ. ലേറ്റർ ഓൺ രണ്ടാമത്തെ പാർട്ട് സ്കിപ്പ് ചെയ്യാമെങ്കിൽ വിട്ടോളൂ. ആ പി ഡി എയെ സി എഫ് ജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് കുറച്ച് മെക്കാനിസം ഉണ്ട്. ഇച്ചിരി ചടങ്ങാണ്. അത് ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കാൻ നിൽക്കണ്ട. അറിയാവുന്നവർ നോക്കിക്കോളാം. അതർവൈസ് യു ക്യാൻ ലീവ് ദാറ്റ്. ദെൻ ഇതിനകത്തും നിങ്ങൾക്ക് മാർക്ക് കൺഫേം ആയിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് പമ്പിംഗ് ലീമയും ക്ലോഷർ പ്രോപ്പർട്ടീസും. റെഗുലർ ലാംഗ്വേജിന്റെ ക്ലോഷർ പ്രോപ്പർട്ടി പഠിച്ച പോലെ തന്നെ നിങ്ങൾക്ക്
Hello, am I audible? Yes. റെഗുലർ ലാംഗ്വേജിന് ക്ലോഷർ പ്രോപ്പർട്ടി പഠിച്ച പോലെ തന്നെ നിങ്ങൾക്ക് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസിനും ക്ലോഷർ പ്രോപ്പർട്ടീസ് പഠിക്കാം. കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. certain properties which comes in regular languages don't come here. അതൊന്ന് ഏതെല്ലാം ആണെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് നോക്കി മനസ്സിലാക്കണം. ഇതിനെല്ലാം സിമ്പിൾ പ്രൂഫുകൾ മതി. ഗിവൺ യൂണിയൻ ആണെങ്കിൽ തന്നിരിക്കുന്ന ലാംഗ്വേജ് നമ്പർ 1 L1 എന്ന് പറയുന്നത് ഒരു കോണ്ടെക്സ്റ്റ് ഗ്രാമർ ആണ്, രണ്ടാമത്തെ L2 എന്ന് പറയുന്നത് ഒരു കോണ്ടെക്സ്റ്റ് ഗ്രാമർ ആണ്, L1 യൂണിയൻ L2 എന്ന് പറയുന്നത് കിട്ടുന്ന സാധനം കോണ്ടെക്സ്റ്റ് ആണെന്നൊക്കെ പറയുന്ന പോലെയുള്ള സിമ്പിൾ 2 ലൈൻ 3 ലൈൻ പ്രൂഫുകളാണ് ഇതിനകത്ത് മാക്സിമം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. There comes another part, pumping lemma of context free ലാംഗ്വേജസ് ഉണ്ട്. പമ്പിംഗ് ലെമ്മ എന്ന് പറയുന്ന ഒരു കോൺട്രഡിക്ടറി പ്രൂഫ് ആണ്. എപ്പോഴും കേട്ടോളുക, ഒരിക്കലും നമ്മൾ പമ്പിംഗ് ലെമ്മ യൂസ് ചെയ്ത് നമ്മൾ തന്നിരിക്കുന്ന ലാംഗ്വേജ് റെഗുലർ ആണ് ഇല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ഫ്രീ ആണെന്ന് പ്രൂവ് ചെയ്യുകയില്ല. ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് ഓൺലി യൂസ് ഫോർ പ്രൂവിങ് വൺ തിങ്, തന്നിരിക്കുന്ന ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഫ്രീ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യാം, തന്നിരിക്കുന്ന ലാംഗ്വേജ് റെഗുലർ അല്ല എന്നൊക്കെ പ്രൂവ് ചെയ്യാം. അതല്ലാതെ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു കാരണവശാലും നമ്മൾ പമ്പിംഗ് ലെമ്മ യൂസ് ചെയ്യില്ല കേട്ടോ. അപ്പൊ എപ്പോഴും ഓർത്തോളുക, പമ്പിംഗ് ലെമ്മയുടെ പ്രൂഫാണ് നിങ്ങളോട് ചോദിക്കുന്നത്. പമ്പിംഗ് ലെമ്മ തന്നിരിക്കുന്ന ലാംഗ്വേജ് നിങ്ങളോട് പറയും കോണ്ടെക്സ്റ്റ് ഫ്രീ ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ പമ്പിംഗ് ലെമ്മയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തന്നിരിക്കുന്ന ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് അല്ല അല്ലെങ്കിൽ റെഗുലർ ലാംഗ്വേജ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അതും ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് മേടിക്കാവുന്നതാണ്. അതിനൊരു എക്സാക്ട് പ്രൊസീജിയർ ഉണ്ട്. നിങ്ങൾക്ക് പമ്പിംഗ് ലെമ്മയുടെ കണ്ടീഷൻസ് ഉണ്ട്. വി ഹാവ് ബേസിക് 3 കണ്ടീഷൻ. അറ്റ് ദ സെയിം ടൈം സൈമിൾട്ടേനിയസ് ആയിട്ട് ഈ 3 ബേസിക് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ആകുന്നില്ല എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. സോ ദാറ്റ് തന്നിരിക്കുന്ന സാധനം കോണ്ടെക്സ്റ്റ് ഫ്രീ അല്ല എന്ന് നിങ്ങൾ ഫൈനലി പ്രൂവ് ചെയ്യുന്നു. ഇതൊരു ഞാൻ പറഞ്ഞത് ഇറ്റ്സ് എ കോൺട്രഡിക്ടറി പ്രൂഫ്. ഫസ്റ്റ് നിങ്ങൾ ഇത് കോണ്ടെക്സ്റ്റ് ഫ്രീ ആണെന്ന് പറഞ്ഞു തുടങ്ങുന്നു, എന്നിട്ട് അവസാനം ഇത് കോണ്ടെക്സ്റ്റ് ഫ്രീ അല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന നിറയെ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ടുണ്ട്. പമ്പിംഗ് ലെമ്മ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് ഡെഫിനറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്ലോഷർ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് സ്കോർ ചെയ്യാവുന്നതാണ്. ദെൻ ഡോണ്ട് റിമെമ്പർ മീൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് പി ഡി എയുടെ ഡിസൈൻ നിങ്ങൾക്ക് ചോദിക്കാവുന്ന നിറയെ PDAs ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ബേസിക് PDA എന്ന് പറഞ്ഞാൽ A⁻n B⁻n. അപ്പൊ A⁻n B⁻n പാറ്റേണിലുള്ള നിറയെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പം അത് ഓർത്തോളുക. ഇൻഫാക്ട് നോൺ ഡിറ്റർമിനിസ്റ്റിക് PDAയുടെ WWR ദാറ്റ് ഈസ് ഈവൻ ലെങ്ത് പാലിൻഡ്രോമിന്റെ പ്രോബ്ലം സ്കിപ്പ് ചെയ്യരുത്, അതും നോക്കിക്കോളാം. സോ ദാറ്റ്സ് റിഗാർഡിങ് ഫോർത്ത് മോഡ്യൂളിൽ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ് കേട്ടോ. സ്കിപ്പ് ചെയ്യേണ്ടാത്ത മീൻസ് ഒരു കാരണവശാലും മിസ് ചെയ്യല്ലാത്ത പമ്പിംഗ് ലെമ്മ മിസ് ചെയ്യരുത്, കാരണം പമ്പിംഗ് ലെമ്മ കൺഫേം ചോദ്യമാണ്. ക്ലോഷർ പ്രോപ്പർട്ടി മിസ് ചെയ്യരുത്. ദെൻ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന PDA വളരെ ബേസിക് ആയിട്ടുള്ള നിറയെ PDAs ഉണ്ട്. ആ PDAs ഒന്നും മിസ് ചെയ്യരുത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് റിഗാർഡിങ് മോഡ്യൂൾ 4. Okay, so shall we move to the last module? Hello? Yes, sir. ലാസ്റ്റ് മോഡ്യൂൾ ഇൻഫാക്ട് ഇതുപോലെ നിങ്ങൾക്ക് നിറയെ തിയറി പോസിബിലിറ്റി ഉള്ള മോഡ്യൂളാണ്. നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മോഡ്യൂളാണ്. അതിന്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ ദർ ഇസ് സംതിങ് കോൾഡ് ചോംസ്കി ഹൈറാർക്കി, ചോംസ്കി ക്ലാസിഫിക്കേഷൻ ഓഫ് ലാംഗ്വേജസ്. ചോംസ്കി ക്ലാസിഫിക്കേഷൻ ലൈക്ക് ഒന്നാമത്തെ ഗ്രാമർ, ഒന്നാമത്തെ മെഷീൻ ഏതായിരുന്നു? ഫൈനൈറ്റ് ഓട്ടോമേറ്റയുടെ ഗ്രാമറിന്റെ പേരെന്താണ്? ഫൈനൈറ്റ് ഓട്ടോമേറ്റയുടെ ലാംഗ്വേജിന്റെ പേരെന്താണ്? ദെൻ ഫോളോഡ് ബൈ പുഷ് ഡൗൺ ഓട്ടോമേറ്റ, ഫോളോഡ് ബൈ ലീനിയർ ബൗണ്ട് ഓട്ടോമേറ്റ, ലാസ്റ്റ് തിങ് അവർ ട്യൂറിംഗ് മെഷീൻ. അതിന്റെ എല്ലാം ഒരു ചാർട്ട് പോലെ ഉണ്ട്, ഒരു പടമുണ്ട്. ആ പടം എക്സാക്ട്ലി ചോംസ്കി ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോർമൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞ് കൺഫേം ആയിട്ട് എല്ലാ എസ്ഐയിലും ഒരു ക്വസ്റ്റ്യൻ കൺഫേം ആയിട്ട് ചോദിക്കുന്ന, ഇൻഫാക്ട് ലാസ്റ്റ് മോഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന കൺഫേം എസ്ഐ ആണത് കേട്ടോ. അപ്പൊ അതിനകത്ത് വൺ ഓഫ് ദ ലീസ്റ്റ് സ്റ്റഡീഡ് മെഷീൻ ആയിട്ട് ഒരു മെഷീൻ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ലീനിയർ ബൗണ്ട് ഓട്ടോമേറ്റ. ലീനിയർ ബൗണ്ട് ഓട്ടോമേറ്റയുടെ ഗ്രാമർ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ, അതിന്റെ ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ്, അത് തന്നിട്ടുണ്ട്. ഈ ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റ വാട്ട് വി കോൾ എന്നാ പറയുന്നത് റെസ്ട്രിക്റ്റഡ് ട്യൂറിംഗ് മെഷീൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ട് കാണണം.
പഠിച്ചിട്ടുണ്ട്, അതിന്റെ നോട്ട്സ് കൺഫേം ആയിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഇതിനകത്തുനിന്ന് സാധാരണ നോർമലി ഡിസൈനിങ് ചോദ്യങ്ങൾ കാണാറില്ല. ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റയിൽ ഡിസൈനിങ് പ്രോബ്ലംസ് വളരെ റെയർ ആയിട്ടേ ചോദിക്കാറുള്ളൂ. ചോദിച്ചാലും ചോദിക്കുന്ന ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, A/n, B/n, C/n. A/n, B/n, C/n മാത്രമാണ് ചോദിക്കാൻ പറ്റുന്ന ഏക സിംഗിൾ ക്വസ്റ്റ്യൻ. അതിനകത്ത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റ എന്നാന്ന് തിയറി ചോദിക്കാം, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ എന്നാന്നുള്ളത് തിയറി ചോദിക്കാം. കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമറിന്റെ തിയറി ചോദിച്ചിട്ട് സർട്ടൺ എക്സാമ്പിൾസും ചോദിച്ചു കഴിഞ്ഞാൽ അതും എഴുതാൻ പറ്റണം. സോ അപ്പം ആ പോർഷൻ നിങ്ങൾക്ക് കൺഫേം ആയിട്ടും കാണാതെയോ കണ്ടോ എങ്ങനെയാണെങ്കിലും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്ക് കിട്ടാവുന്നത്. അതിനകത്തുനിന്ന് ഒത്തിരി ട്വിസ്റ്റ് ചെയ്തോ കൺഫ്യൂസിങ് ആയിട്ടോ ചോദിക്കാനൊന്നുമില്ല. സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. They will ask you what is a context sensitive grammar. You can give the formal definition of a context sensitive grammar, NTPS എന്നാന്ന് പറഞ്ഞു തരണം. എന്നിട്ട് അതിനകത്ത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ആ ഗ്രാമറിന്റെ ഒരു ഡെറിവേഷനും കൂടെ ഒക്കെ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക് ഫോർ ദാറ്റ്. ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റയുടെ തിയറി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. തിയറി ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ട്യൂപ്പിൾ റെപ്രസെന്റേഷൻ വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഗുഡ് മാർക്സ്. ഇനി ഇൻ കേസ് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടാണ് ചോദിക്കാമെങ്കിൽ നിങ്ങൾക്ക് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റയുടെ ഒറ്റ സിംഗിൾ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഡിസൈൻ ചോദിച്ചു കഴിഞ്ഞാൽ A/n, B/n, C/n ചോദിച്ചാൽ അതങ്ങനെ ചോദിക്കുന്നത് കണ്ടിട്ടില്ല. ചോദിക്കാനാണെങ്കിൽ അതേ ചോദിക്കാനുള്ളൂ. അപ്പം അത് നോക്കിക്കോളുക. ദെൻ വി കം ടു ദ ട്യൂറിംഗ് മെഷീൻ പാർട്ട്. ട്യൂറിംഗ് മെഷീനിൽ നിങ്ങൾക്ക് basic Turing machine. The basic Turing machine is having 3 terms to equate: A/n, B/n, C/n. 3 ടേമുകളെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ബേസിക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വേരിയൻസ് ആയിട്ടുള്ള നിറയെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാണാറുണ്ട്. ഓൾസോ നിങ്ങൾ PDAയിൽ നിറയെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് കാണും. ആ PDA ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ട്യൂറിംഗ് മെഷീനും പഠിച്ചോളുക. ലൈക്ക് ഈക്വൽ നമ്പർ ഓഫ് A, ഈക്വൽ നമ്പർ ഓഫ് B. ഇപ്പം ഒരു എക്ക് 2 B വരുന്നതും ഒരു ബിക്ക് 2 A വരുന്നതും അങ്ങനത്തെ പോസിബിലിറ്റി എല്ലാം WWR, WCWR ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ട്യൂറിംഗ് മെഷീനും നോക്കിക്കോണം. ദെൻ ദർ ഈസ് സംതിങ് കോൾഡ് ട്യൂറിംഗ് മെഷീൻ ആസ് എ ട്രാൻസ്ഡ്യൂസർ. നിങ്ങളുടെ സിലബസിനകത്ത് അത് കവർ ആവുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങനെ വരികയാണ് എങ്കിൽ ട്യൂറിംഗ് മെഷീൻ ആസ് ട്രാൻസ്ഡ്യൂസർ ആയിട്ട് ആഡറും മൾട്ടിപ്ലയറും സബ്ട്രാക്ടറും ഒക്കെ നിങ്ങൾക്ക് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതിനകത്തു നിന്നൊക്കെ ചോദിക്കാവുന്നതാണ്. ദെൻ തിയറി പാർട്ടിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നത് വേരിയൻസ് ഓഫ് ട്യൂറിംഗ് മെഷീൻ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. വേരിയൻസ് ഓഫ് ട്യൂറിംഗ് മെഷീനകത്ത് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ എന്താണെന്ന് ചോദിച്ചേക്കാം, മൾട്ടി ടൈപ്പ് ട്യൂറിംഗ് മെഷീൻ എന്താണെന്ന് ചോദിച്ചേക്കാം. അങ്ങനെയുള്ള കുറച്ച് തിയറി പോർഷൻസ് നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാവുന്നതാണ്. ഈ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ ഒക്കെ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന വാട്ട് ഈസ് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ, ഹൗ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻസ് ആർ റിലേറ്റഡ് ടു മോഡേൺ ഡേ കമ്പ്യൂട്ടർ എന്നൊക്കെ പറഞ്ഞ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഒരു യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീനെ എൻകോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പഠിച്ചിട്ട് കാണണം. പഠിച്ചിട്ടില്ല എങ്കിൽ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ ടോപ്പിക്ക് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. then ഹോൾട്ടിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ അൺഡിസൈഡബിലിറ്റിയുടെ ഒരു എക്സാമ്പിൾ പ്രൂഫ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഒരു ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻ ആണ്. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളും ഹോൾട്ടിംഗ് പ്രോബ്ലത്തിന്റെ പ്രൂഫ് പഠിക്കേണ്ടതാണ്. ആ ഹോൾട്ടിംഗ് പ്രോബ്ലത്തിന്റെ പ്രൂഫ് എന്ന് പറയുന്നത് സംടൈംസ് മെനി ഓഫ് യു ഫൈൻഡ് ഇറ്റ് ഹാർഡ്. അത് ഇൻഫാക്ട് അത് ഇച്ചിരി ഡിഫിക്കൽട്ടി ഉണ്ട്. എങ്കിൽ പോലും ഹോൾട്ടിംഗ് പ്രോബ്ലം മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കി തന്നെ പഠിക്കുക. അതല്ലാത്തവർ അത് കാണാതെയോ കണ്ടോ എങ്ങനെയെങ്കിലും പഠിച്ചോളൂ. കാരണം ഡെഫിനറ്റ് ആയിട്ടും ഹോൾട്ടിംഗ് മെഷീൻ അല്ല ഈ ഹോൾട്ടിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത് കൺഫേം ചോദ്യമാണ്. വൈ ഹോൾട്ടിംഗ് പ്രോബ്ലം ഈസ് അൺഡിസൈഡബിൾ, എന്തുകൊണ്ടാണ് ഹോൾട്ടിംഗ് പ്രോബ്ലം അൺഡിസൈഡബിൾ ആണ് എന്നുള്ളത് കൺഫേം ചോദ്യമാണ്. അത് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ദെൻ ദ ലാസ്റ്റ് പാർട്ട് റിക്കർസീവ് ലാംഗ്വേജ് ഉണ്ട്, റിക്കർസീവ് എന്യൂമറബിൾ ലാംഗ്വേജ് ഉണ്ട്. അതിനകത്ത് വിച്ച് ലാംഗ്വേജ് ഈസ് കോൾഡ് ട്യൂറിംഗ് അക്സെപ്റ്റബിൾ ലാംഗ്വേജ്, വിച്ച് ലാംഗ്വേജ് ഈസ് കോൾഡ് ട്യൂറിംഗ് റെക്കഗ്നൈസബിൾ ലാംഗ്വേജ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ പറയുന്ന എക്സാക്ട് തിയറി ആയിട്ട് തന്നെയുണ്ട്. റിക്കർസീവ് ലാംഗ്വേജും റിക്കർസീവ് എന്യൂമറബിൾ ലാംഗ്വേജും. റിക്കർസീവ് എന്യൂമറബിൾ ലാംഗ്വേജ് ഏതിന്റെ സബ്സെറ്റ് ആണ്, അതിന്റെ ഡയഗ്രം വരയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നോട്ടിലുണ്ട്. അത് നിങ്ങൾ നോക്കിക്കോളുക കേട്ടോ. ദെൻ ദ ലാസ്റ്റ് പോർഷൻ ചോംസ്കി ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോർമൽ ലാംഗ്വേജസ്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളത് അത് എഴുതാൻ നേരത്ത് ടേബിൾ ആയിട്ടോ റൗണ്ട് ആയിട്ടോ ഒക്കെ എഴുതിക്കോളുക. അത് ഒരു ബിഗ് മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് കൺഫേം ആയിട്ടും ചോദിക്കുന്നതാണ്. അപ്പൊ ഒരു കാരണവശാലും ലാസ്റ്റ് മോഡ്യൂളിൽ മിസ് ചെയ്യാത്ത ടോപ്പിക്കുകളും പറഞ്ഞു. ദിസ് വൺ ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റ,
ദെൻ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ എന്നാന്ന് ചോദിക്കാം, തിയറി ആയിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഏരിയ ഫുള്ള് മാർക്ക് മേടിച്ചോണം. ദെൻ ട്യൂറിംഗ് മെഷീന്റെ ഡിസൈനിങ് ചോദിച്ചേക്കാം. ഞാൻ പറഞ്ഞു ട്യൂറിംഗ് മെഷീൻ, ബേസിക് മെഷീൻ, A/n, B/n, C/n 3 ടേമുകളെ ഇക്വേറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ട്യൂറിംഗ് മെഷീൻസ് ആണ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു കാണാറുള്ളത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ട്യൂറിംഗ് മെഷീൻ പഠിച്ചോളുക. പ്ലസ് PDA യിൽ നിങ്ങൾ എന്തെല്ലാം PDA കൾ വരച്ചിട്ടുണ്ടോ അതിന്റെ എല്ലാം കറസ്പോണ്ടിങ് ട്യൂറിംഗ് മെഷീൻ വരയ്ക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ദാറ്റ് കംസ് ദ സ്റ്റാൻഡേർഡ് ട്യൂറിംഗ് മെഷീൻ. സ്റ്റാൻഡേർഡ് ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് സിംഗിൾ ടേപ്പ് ഹെഡ് ഉള്ള ട്യൂറിംഗ് മെഷീനെയാണ് സ്റ്റാൻഡേർഡ് ട്യൂറിംഗ് മെഷീൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ. ദെൻ റോബസ്റ്റ്നെസ് ഓഫ് ട്യൂറിംഗ് മെഷീൻ, അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. വിട്ടേക്കുക, നോക്കാമെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ വിട്ടേക്കുക. ദെൻ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞു UTM എങ്ങനെയാണ് മോഡേൺ ഡേ കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്, UTM എൻകോഡിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, ബൈനറി എൻകോഡിങ് ആണെങ്കിൽ ബൈനറി എൻകോഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, സെപ്പറേറ്റർ ആയിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എൻകോഡിങ് സ്കീം നിങ്ങളെ പഠിപ്പിച്ചിട്ട് കാണാം. അതിനെ ബേസ് ചെയ്ത് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം. ദെൻ ലാസ്റ്റ് പാർട്ട് ഹോൾട്ടിംഗ് പ്രോബ്ലത്തിന്റെ പ്രൂഫ്, ഓൾസോ ദ തിയറി റിഗാർഡിംഗ് റിക്കർസീവ് ലാംഗ്വേജസ് ആൻഡ് റിക്കർസീവ് എന്യൂമറൽ ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഏതാണ് ട്യൂറിംഗ് അക്സെപ്റ്റബിൾ ലാംഗ്വേജ്, ഏതാണ് ട്യൂറിംഗ് റെക്കഗ്നൈസബിൾ ലാംഗ്വേജ്, വിച്ച് ലാംഗ്വേജ് ഈസ് ഏത് ലാംഗ്വേജ് ആണ് ഹോൾട്ട് ആകുന്നത്, ഏത് ലാംഗ്വേജ് ആണ് ഡെസ്റ്റിനി ഹോൾട്ട് ആകുന്നത്, അതിനെല്ലാം ബേസ് ചെയ്ത് കുറച്ച് തിയറി ഉണ്ട്. ആ പോർഷൻസ് പഠിക്കേണ്ടതാണ്. ലാസ്റ്റ് കംസ് ചോംസ്കി ക്ലാസിഫിക്കേഷൻ. ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് നിങ്ങൾ ബേസിക് ആയിട്ട് കവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളല്ല. ഇതിനകത്ത് ഞാൻ പല ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കുക കേട്ടോ. പിന്നെ ഇൻഫാക്ട് ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്നത് തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഒന്നും മാറ്റി നിർത്താനൊന്നും ഇല്ല. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്നതിന്റെ ആ ഒരു ഡെൻസിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം വിച്ച് ആർ ഇമ്പോർട്ടൻറ്റ്, വിച്ച് ആർ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത്. ഓക്കെ, ദാറ്റ്സ് മൈ പാർട്ട്. ഞാനിപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. മോറോ നമ്മളിതൊരു ടോപ്പിക്ക് ഞാൻ എലാബറേറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നതിനകത്ത് വലിയ ലോജിക്കില്ല. ഇൻഫാക്ട് അത് സമയമെടുക്കുന്ന കേസാണ്. നിങ്ങൾക്ക് അതല്ലാതെ ജനറലി എന്തെങ്കിലും എക്സാം റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ടോപ്പിക്ക് അത് ഏതാ പഠിക്കേണ്ടതെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാവുന്നതാണ് കേട്ടോ. PDA സ്റ്റാക്ക് പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. PDAs ആർ ഓൾവേസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്റ്റാക്ക്. അപ്പം സ്റ്റാക്കിനകത്ത് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് PDA എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം PDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്ക് റിലേറ്റഡ് ആണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ 2 ടേമുകളെ ഇക്വേറ്റ് ചെയ്യാൻ ഞാൻ ഇതിന്റെ സിമ്പിൾ ലോജിക് എന്ന് പറയുന്നത് ആദ്യകാലത്തെ കൗണ്ടിങ് മെക്കാനിസമാണ്. നിങ്ങൾക്കറിയാം, പണ്ട് ഈ ആട്ടിടയന്മാരുടെ കഥ കേട്ടിട്ടില്ലേ? ആട്ടിടയന്മാര് അന്ന് കൗണ്ടിങ് മെക്കാനിസം ഒന്നും ഇല്ല. ആ സമയത്ത് ഇപ്പം ഇവര് ആടിനെ മേയിക്കാൻ പോകുന്ന ടൈമിൽ കൂട്ടി ഇറക്കുന്ന ടൈമിൽ ഇവർക്ക് 1, 2, 3 കൗണ്ടിങ് ഒന്നും അറിയത്തില്ല. അപ്പൊ എന്നാ എടുക്കും, ഓരോ ആടിനെ ഇറക്കുന്ന ടൈമിലും അവരുടെ കയ്യിലുള്ള ഒരു കൂടയിലോട്ട് ഓരോ കല്ലെടുത്തിടും. എന്നിട്ട് ഈ പകലെല്ലാം ഇതിനെ ആട് മേയിച്ച് കഴിഞ്ഞ് വൈകിട്ട് തിരിച്ച് കൂട്ടിൽ വരത്തില്ലേ? കൂട്ടിൽ വരുന്ന ടൈമിൽ ഓരോ ആടിനെ കൂട്ടിലോട്ട് കയറ്റുന്ന ടൈമിൽ ഈ കൂടക്കകത്തുനിന്ന് ഓരോ കല്ലെടുത്ത് വെളിയിലോട്ട് കളയും. എന്നിട്ട് ആടെല്ലാം കയറി കൂടെയും കാലിയായെങ്കിൽ പോയ ആടെല്ലാം തിരിച്ചു വന്നു. ഇൻഫാക്ട് ഈ പറഞ്ഞ കല്ലെന്തേലും അവശേഷിച്ചിട്ടുണ്ട് എങ്കിൽ പോയ അത്ര ആട് തിരിച്ചു വന്നിട്ടില്ല. സോ ഈ സെയിം ലോജിക്ക് തന്നെയാണ് നമ്മൾ നമ്മുടെ സ്റ്റാക്കിലും ചെയ്യുന്നത്. സ്റ്റാക്സ് ആർ മെൻ ഫോർ ഇക്വേറ്റിംഗ് 2 ടേമുകൾ, സേ ലൈക്ക് എയും ബിയും ഉണ്ട്. ഈക്വൽ നമ്പർ ഓഫ് എയും ഈക്വൽ നമ്പർ ഓഫ് ബിയും ആണ് എന്നുള്ളത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് യൂസിങ് ദ ഹെൽപ്പ് ഓഫ് എ സ്റ്റാക്ക്. സ്റ്റാക്കിനകത്തുള്ള പുഷും പോപ്പും സ്കിപ്പും ഉള്ള ഓപ്പറേഷൻസ് വെച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം സ്റ്റാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് എ PDA. PDAs are always can I skip module 3 and study module 4 and 5? Is there any? നമുക്ക് അങ്ങനെ മോഡ്യൂൾ 3 സ്കിപ്പ് ചെയ്ത് what was the question? Can I skip module 3 and study module 4 and 5? Is there any link? ഇതിലെല്ലാം മെറ്റീരിയൽസ് ഉണ്ട്. നിങ്ങൾക്ക് നിറയെ യൂട്യൂബ് വീഡിയോസ് എല്ലാം ഉണ്ട്. അതല്ലാതെ തന്നെ KTU നോട്ട്സ് എന്നൊക്കെ പറഞ്ഞ് മെറ്റീരിയൽസ് ഉണ്ട്. ഇൻഫാക്ട് എൻ്റെ കയ്യിൽ നിറയെ മെറ്റീരിയൽസ് ഉണ്ട്. സെന്റ് ജോസഫിലെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടും.
അപ്പൊ ഈ നമുക്ക് ഒരു മോഡ്യൂളും പ്രത്യേകിച്ച് K2ന്റെ പാറ്റേൺ വെച്ചിട്ട് ഒരു മോഡ്യൂളും നമ്മൾ സ്കിപ്പ് ചെയ്ത് പഠിക്കുന്നത് അഡ്വൈസബിൾ അല്ല. ഇൻഫാക്ട് മോഡ്യൂൾ 3 എന്ന് പറയുന്നത് ഈസി മോഡ്യൂൾ ആണ്. മോഡ്യൂൾ 3ക്കകത്ത് ഒന്നും വരുന്നില്ല. നിങ്ങൾക്ക് അതിനകത്ത് ഏറ്റവും ഈസി ആയിട്ടുള്ള മോഡ്യൂൾ 3 ആണ്. അതിനകത്ത് നിങ്ങൾക്ക് ടേബിൾ ഫില്ലിംഗ് മെത്തേഡ് പഠിക്കാം. ടേബിൾ ഫില്ലിംഗ് മെത്തേഡ് പഠിക്കുകയാണെങ്കിൽ ഇത്രയും ടോപ്പിക്ക് കവറായി. പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെറിവേഷൻ ട്രീ എന്താണെന്നുള്ളത് പഠിക്കാം. ഡെറിവേഷൻ ട്രീ എന്താണ്, ലെഫ്റ്റ് ഡെറിവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, റൈറ്റ് ഡെറിവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, തന്നിരിക്കുന്ന ഗ്രാമർ ആംബിഗ്യസ് ആണോ അൺആംബിഗ്യസ് ആണോ എന്നുള്ളത് പഠിക്കാൻ പറ്റും. ദെൻ കോംപ്ലക്സിറ്റി ഗ്രാമർ പഠിക്കാൻ പറ്റുന്നതാണ്. ദെൻ ഇനി എന്തെങ്കിലും പാർട്ട് ഡിഫിക്കൽട്ടി വരുവാണ് എങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയാൻ ദ ലാസ്റ്റ് പാർട്ട് ഏതാ, നോർമൽ ഫോമുകൾ, ചോംസ്കി നോർമൽ ഫോമും ഗ്രേബാക്ക് നോർമൽ ഫോമും. പക്ഷെ അത് കൺഫേം ചോദ്യമാണ്. ചോംസ്കിക്കകത്തൊന്നും ഗ്രേബാക്കിനകത്തൊന്നും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റിക്ക് കൺഫേം ആയിട്ടും ചോദിക്കും. അത് സ്കിപ്പ് ചെയ്യുന്നത് അഡ്വൈസബിൾ അല്ല കേട്ടോ. വേറെ 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 നിങ്ങൾ യു മേ പ്ലീസ് ആസ്ക് സാർ. ട്യൂറിംഗ് മെഷീൻ വേരിയൻസ് എന്നുള്ളത് നിങ്ങളുടെ സിലബസിനകത്ത് ആക്ച്വലി തന്നിട്ടില്ല. ബട്ട് ട്യൂറിംഗ് മെഷീൻ വേരിയൻസ് നിങ്ങൾക്ക് നേരത്തെ തൊട്ട് പഠിക്കാനുള്ളതാണ്. ഇതിനകത്ത് ട്യൂറിംഗ് മെഷീൻ, സ്റ്റാൻഡേർഡ് ട്യൂറിംഗ് മെഷീൻ, റോബസ്റ്റ്നെസ് ഓഫ് ട്യൂറിംഗ് മെഷീൻ, യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇൻഫാക്ട് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ ഇസ് ട്യൂറിംഗ് മെഷീൻ്റെ ഒരു വേരിയന്റ് ആണ്. അതല്ലാതെ നിങ്ങൾക്ക് എന്യൂമറേഷൻ മെഷീൻ എന്ന് പറഞ്ഞ മെഷീൻ ഉണ്ട്. അതുപോലെ തന്നെ മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീൻ ഉണ്ട്. ട്യൂറിംഗ് മെഷീൻ ഹാവിംഗ് മൾട്ടിപ്പിൾ ടേപ്സ്, അതൊക്കെ വരാൻ പോസിബിലിറ്റി ഉള്ളതാണ് കേട്ടോ. then just hold on 1-2 സെക്കൻഡ്. ഓക്കെ, 1 by 1. ഒന്നാമത്തെ ചോദ്യം ട്യൂറിംഗ് മെഷീന്റെ വേരിയന്റ് ഞാനിപ്പോൾ പറഞ്ഞു. മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീൻ ഉണ്ട്, എന്യൂമറേഷൻ മെഷീൻ ഉണ്ട്, യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ ഉണ്ട്. ഇതെല്ലാമാണ് വേരിയൻസ് ഓഫ് ട്യൂറിംഗ് മെഷീൻ എന്ന് പറഞ്ഞ് പഠിക്കേണ്ടത് കേട്ടോ. ഇൻഫാക്ട് അത് നിങ്ങളുടെ എക്സാക്ട് സിലബസിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല, ബട്ട് ചോദിക്കാറുള്ളതാണ് കേട്ടോ. അത് നോക്കിക്കോളുക. DFAയുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നത് നിറയെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. DFAയുടെ ബേസിക് ക്വസ്റ്റ്യൻ ഹാവിങ് എ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുന്നതാ. സ്റ്റാർട്ടിങ് വിത്ത്, എൻഡിങ് വിത്ത്, having a substring, having a certain length, 2 length, 3 length, ഇല്ലെങ്കിൽ ഓഡ് ലെങ്ത്, ഈവൻ ലെങ്ത്, അങ്ങനത്തെ നിറയെ ക്വസ്റ്റ്യൻസ്. ഒരു പർട്ടിക്കുലർ പാറ്റേൺ മാച്ച് ചെയ്യുന്നതായിട്ടുള്ള, ഒരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുന്നതായിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് സാധാരണ DFAക്ക് ചോദിക്കാറുള്ളത്. പിന്നെ പ്രൂഫ് ചോദിക്കാൻ പറ്റുന്ന ഇക്വലൻസ് ഓഫ് NFA ആൻഡ് DFAയുടെ പ്രൂഫ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ TOCയിൽ ഇല്ലെങ്കിൽ ഫ്ലാറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രൂഫ്, അങ്ങനത്തെ പ്രൂഫുകൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നവർ പഠിക്കാം. ഇൻഫാക്ട് അങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞത് പ്രൂഫ് ബൈ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന മെക്കാനിസം ഉണ്ട്. യു ടേക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനെ ബേസ് ചെയ്ത് നിങ്ങൾ ആക്ച്വലി ഒരു എക്സാമ്പിൾ എടുത്ത് കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിനെ ഒന്ന് വേർഡ്സിൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് മാർക്ക് തരാൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. അപ്പം മേജർ ആയിട്ടുള്ള പ്രൂഫുകൾ പഠിക്കേണ്ടത് ഇക്വലൻസ് ഓഫ് DFA ആൻഡ് NFA ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറെ ഇക്വലൻസുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില പ്രൂഫിനകത്തെല്ലാം പ്രൂഫ് നോട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അങ്ങനെ പ്രൂഫ് നോട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞിരിക്കുന്നതൊന്നും പഠിക്കണ്ട. അതല്ലാത്ത പ്രൂഫുകളൊക്കെ നിറയെ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട് കേട്ടോ. അതൊക്കെ നോക്കി പഠിക്കാമെങ്കിൽ പഠിക്കുക. പിന്നെ അതിനുവേണ്ടി ഒത്തിരി സമയം കളയണ്ട. എളുപ്പമാണ്, ഈസി മെത്തേഡ്സ് ഉണ്ട് നിറയെ. അത് നോക്കുക കേട്ടോ.
മോഡ്യൂൾ 4 സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ടോപ്പിക്സ് മോഡ്യൂൾ 4 ഇൻഫാക്ട് ടോപ്പിക്സ് ഒന്നും അങ്ങനെ സ്കിപ്പ് ചെയ്യാനുള്ളതില്ല. അതിനകത്ത് മസ്റ്റായിട്ട് നിങ്ങൾ കവർ ചെയ്യേണ്ടത് പമ്പിംഗ് ലീമ. പമ്പിംഗ് ലീമയുടെ പ്രൂഫ്, കോൺട്രഡിക്ടറി പ്രൂഫ്, ഗിവൺ ലാംഗ്വേജ് നോട്ട് കോണ്ടെക്സ്റ്റി എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി കൺഫേം ആയിട്ടും ചോദിക്കുന്നതാണ്. ക്ലോഷർ പ്രോപ്പർട്ടി കോണ്ടെക്സ്റ്റി ഗ്രാമേഴ്സ് പഠിച്ചതുപോലെ തന്നെ റെഗുലർ ഗ്രാമേഴ്സിനും കോണ്ടെക്സ്റ്റി ഗ്രാമേഴ്സിനും ക്ലോഷർ പ്രോപ്പർട്ടീസ് എസ് എ ആയിട്ട് ചോദിച്ചേക്കാം. ഇൻഫാക്ട് എസ് എ ആയിട്ട് ചോദിച്ചില്ലെങ്കിൽ കൺഫേം ആയിട്ട് ചെറിയ മാർക്കിന് ചോദിക്കും. പിന്നെ നിങ്ങൾക്ക് ഡിസൈൻ നോക്കേണ്ടതാണ്. ഇൻഫാക്ട് പി ഡി എയുടെ ഡിസൈനുകൾ നോക്കേണ്ടതാണ്. പിന്നെ ഇനി എന്തെങ്കിലും സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദിസ് ഈക്വലൻസ് ഓഫ് പി ഡി എ ആൻഡ് സി എഫ് ജി. സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് പറഞ്ഞു പരീക്ഷയ്ക്ക് ചോദിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എന്നെ ഒന്നും പറഞ്ഞേക്കരുത്. എന്തെങ്കിലും സ്കിപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക, ബാക്കിയുള്ളതെല്ലാം നോക്കിയോളൂ. അതിന്റെ ആദ്യത്തെ പാർട്ട് നിങ്ങൾക്ക് കൺഫേം ആയിട്ടും പഠിക്കാവുന്നതാണ്, ഈസിയാണ് പഠിച്ചെടുക്കാൻ. ലൈക്ക് തന്നിരിക്കുന്ന ഒരു ഗ്രാമറിനെ അതിന്റെ കറസ്പോണ്ടിങ് പി ഡിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈസിയാണ്. ഞാൻ പറഞ്ഞ അത് ഞാൻ തന്നെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ വേണമെങ്കിൽ കയറി കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സമയമെടുക്കും. ഇൻഫാക്ട് ക്ലാസ്സിൽ പിള്ളേരൊക്കെ എടുത്ത ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇനി ലാസ്റ്റ് മിനിറ്റിൽ അത്രയും കയറി സമയം കളയാനില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ എന്തായിരുന്നു ചോദ്യം? ഇൻഫാക്ട് എല്ലാ മോഡ്യൂൾസും ഈസിയാണ്. ഈസി മോഡ്യൂൾസ്, ഫസ്റ്റ് മോഡ്യൂൾ ഈസിയാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാവുന്നതാണ്. അതിനകത്ത് ഹോപ്പ് യു ആർ നോയിങ് അബൌട്ട് ഡി എഫ് എ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ അറിയാമെങ്കിൽ ഫസ്റ്റ് മോഡ്യൂൾ ഈസിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഈവൻ ലാസ്റ്റ് മോഡ്യൂൾ നിങ്ങൾക്ക് നല്ലപോലെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് മോഡ്യൂളിനകത്ത് നിന്ന് തിയറി ഓറിയന്റഡ് ആയിട്ട് ചോദിക്കാൻ നിറയെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രോബ്ലം ആയിട്ട് ചോദിക്കാൻ ട്യൂറിംഗ് മെഷീന്റെ ഡിസൈൻ മാത്രമേ ഉള്ളൂ. അത് ഞാൻ 1, 2, 3 എക്സാക്ട്ലി നോക്കി പഠിച്ചു പോയി കഴിഞ്ഞാൽ ട്യൂറിംഗ് മെഷീന്റെ ഡിസൈൻ സ്കോർ ചെയ്യാവുന്ന. അപ്പം ലാസ്റ്റ് മോഡ്യൂള് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യില്ല, കാരണം ഇത് ഫുള്ള് തിയറി ആയിട്ട് പഠിക്കാവുന്നതാണ്. ഈ പറഞ്ഞ ട്യൂറിംഗ് മെഷീന്റെ ഡിസൈനിങ് പോർഷൻ മാത്രമേ എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് ഇല്ലെങ്കിൽ ഡിസൈനിങ് ആയിട്ട് ചോദിക്കുള്ളൂ. ബാക്കി ഇങ്ങോട്ടുള്ള എല്ലാം തിയറിയാണ്. ഈ പറയുന്ന യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ തിയറി ആയിട്ട് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹോൾട്ടിംഗ് പ്രോബ്ലം തിയറി പോലെ പഠിക്കാവുന്നതാണ്. റിക്കർസീവ് ആൻഡ് റിക്കർസീവ് എന്യൂമറൽ ലാംഗ്വേജ് തിയറി പോലെ പഠിക്കാവുന്നതാണ്. ഇൻഫാക്ട് ചോംസ്കി ക്ലാസിഫിക്കേഷനും തിയറി ആയിട്ട് പഠിക്കാവുന്നതാണ്. അപ്പൊ ലാസ്റ്റ് മോഡ്യൂൾ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന മോഡ്യൂളാണ്. പിന്നെ ഫസ്റ്റ് മോഡ്യൂളിനകത്ത് ഡി എഫ് എ അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ ഈ പറയുന്ന തേർഡ് മോഡ്യൂൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ ഈസിയാണ്. തേർഡ് മോഡ്യൂളിൽ കൺഫേം ആയിട്ട് നിങ്ങൾക്ക് മിനിമൈസേഷന്റെ പ്രോബ്ലം കിട്ടും. അതുപോലെ തന്നെ ഡെറിവേഷൻ ട്രീ, ആംബിക്യൂസ് ഗ്രാമർ, ഇതൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ലാസ്റ്റ് പോർഷൻ ഉണ്ട്, നോർമലൈസേഷൻ ടെക്നിക്സ് ഉണ്ട്, ചോംസ്കി ആൻഡ് ഗ്രേബാക്ക്. അതും കൺഫേം ചോദ്യമാണ്, പക്ഷെ അത് ഇച്ചിരി സമയം എടുക്കുന്നതാണ്. ബട്ട് മേക്ക് ഷുവർ നിങ്ങൾക്ക് ചോംസ്കിയുടെ ഫോമും ഗ്രേബാക്കിന്റെ ഫോമും അറിയാവുന്നുള്ളത് നോക്കുക. ഈവൻ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ പോലും ഏറ്റവും ലാസ്റ്റ് ചോംസ്കിയുടെ ഫോമിൽ എഴുതി വെക്കാൻ ശ്രമിക്കുക, ഗ്രേബാക്കിന്റെ ഫോമിൽ എഴുതി വെക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ലെങ്തി പ്രോസസ് ആയിരിക്കുന്ന കാരണം നിങ്ങൾ പല സബ്സ്റ്റിറ്റ്യൂഷൻസും ഓൺ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് ചെയ്യുന്നത്. അത് കാരണം ഒരു സ്റ്റാൻഡേർഡ് ആൻസർ എല്ലാവർക്കും കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചോംസ്കി എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, ഗ്രേബാക്ക് എങ്ങനെയായിരിക്കും ഇരിക്കുക എന്നുള്ള ഗ്രാമറിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ട് അതുപോലെ ഒന്ന് എഴുതി വെക്കുന്നത് വളരെ നല്ലതായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, എനിത്തിങ് എൽസ്? RIJK മെത്തേഡ്, അതെന്ത് സാധനം? RIJK മെത്തേഡ് ഐ എം നോട്ട് നോയിങ് അബൌട്ട് ഇറ്റ്. അത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. RIJK മെത്തേഡ് അതെന്ത് മെത്തേഡാണെന്ന് എനിക്കറിയില്ല. അത് വേണ്ട, സ്കിപ്പ് ചെയ്തു. എനിക്കറിയില്ല. ഇങ്ങനെ ഈ അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് സ്പീക്ക് ഉറക്കെ ലൗഡായിട്ട് സ്പീക്ക് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഈസി ആയിരിക്കും കേട്ടോ. ഈ ചാറ്റിനകത്ത് ഇങ്ങനെ ഇടുന്നത് ഇതിലും ബെറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.
ആ ആ അങ്ങനെ ഒരു പേരുണ്ടോ ക്വീൻസ് കൺസ്ട്രക്ഷന്? അത് ഈസിയാണ്, ഞാൻ പറഞ്ഞു അതിന് 2 പാർട്ടുണ്ട്. ക്വീൻസ് കൺസ്ട്രക്ഷന്റെ ഫസ്റ്റ് പാർട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ എന്നതായിരുന്നു ആക്ച്വലി ദേ വിൽ ഗീവ് യു വാട്ട് വി കോൾ എ റെഗുലർ എക്സ്പ്രഷൻ. ആ റെഗുലർ എക്സ്പ്രഷനെ അതിന്റെ കറസ്പോണ്ടിങ് ഡി എഫ് എയിലേക്കും അല്ലെങ്കിൽ എൻ എഫ് എയിലേക്ക്, എപ്സിലോൺ എൻ എഫ് എയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും അതിന്റെ പാർട്ട് 2-ല് ഗിവൺ മെഷീനെ ഹൗ വി കൺവേർട്ട് ടു റെഗുലർ എക്സ്പ്രഷൻ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന, അതൊന്നും സ്കിപ്പ് ചെയ്യരുത്, അത് ഈസി ആയിട്ട് കിട്ടാവുന്ന കേട്ടോ. ഈ RIJK മെത്തേഡ് ക്വീൻസ് കൺസ്ട്രക്ഷൻ ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഇൻഫാക്ട് ഐ എം നോട്ട് ഫെമിലിയർ വിത്ത് RIJK മെത്തേഡ്. ഞാൻ ടേം കേട്ടിട്ടില്ല കേട്ടോ. Important questions from module 4 and 5. 4 and 5-ലെ important questions I think I have almost cover ചെയ്തു. 4-ലെ ഞാൻ പറഞ്ഞു ഡിസൈനിങ് PDA-യുടെ ഡിസൈൻ. ഇൻഫാക്ട് ഡിറ്റർമിനിസ്റ്റിക് PDA നിറയെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. നോൺ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് WWR ആണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ഈവൻ ലെങ്ത് പാലിൻഡ്രോം. പിന്നെ നിങ്ങൾക്ക് പമ്പിംഗ് ലീമൈൻ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്നതാണ് ക്ലോഷർ പ്രോപ്പർട്ടി. 5-ലെ ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞു. 4 and 5-ലെ ഇതെല്ലാം ഇപ്പൊ പറഞ്ഞങ്ങോട്ട് തീർന്നേ ഉള്ളൂ. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നോ ഇഷ്യൂ കേട്ടോ. അത് കൺവേർഷന് വേണ്ടി നിങ്ങൾക്ക് ആഡംസ് മെത്തേഡ് യൂസ് ചെയ്യുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല. കീൻസ് സെപ്പറേറ്റ് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ദേ വോണ്ട് ആസ്ക് യു ടു യൂസ് എ പർട്ടിക്കുലർ മെത്തേഡ്. അങ്ങനെ എക്സാമിന് ഇന്ന മെത്തേഡ് യൂസ് ചെയ്യാനൊന്നും ആരും പറയില്ല. നിങ്ങൾക്ക് അറിയാവുന്ന മെത്തേഡ് യൂസ് ചെയ്യുക. ആഡംസ് ആണ് പഠിച്ചിരിക്കുന്നതെങ്കിൽ ആഡംസ് തിയറം വെച്ചിട്ടുള്ളത് ചെയ്തോളൂ കേട്ടോ. നോ ഇഷ്യൂ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇൻഫാക്ട് ഇത് ഈസി ആയിട്ട് മാർക്ക് മേടിക്കാവുന്ന കേട്ടോ. നല്ല നല്ല രീതിയിൽ മാർക്ക് മേടിക്കാവുന്ന ഒരു സബ്ജക്റ്റ് ആണ്. നിങ്ങൾ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്താൽ മതി. ഒന്ന് നോക്കുക. സിമ്പിൾ അഡ്വൈസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, എടുത്തു നോക്കുക. എടുത്തു നോക്കാൻ നേരം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഫ്രീക്വന്റ് ആയിട്ടും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേണിൽ തന്നെ ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. അത് വെച്ചിട്ട് പഠിക്കുക കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഈ നമ്മുടെ സ്റ്റേറ്റ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കീൻസ് കൺസ്ട്രക്ഷന്റെ 2ാമത്തെ പാർട്ടാ. മെഷീനകത്തുനിന്ന് റെഗുലർ എക്സ്പ്രഷൻ എഴുതുന്ന മെക്കാനിസം ആണ്. അതിപ്പം എഴുതുന്ന എങ്ങനെയാ, സിമ്പിൾ ലോജിക്ക. ആ പേര് തന്നെ ഉണ്ട്, സ്റ്റേറ്റ് എലിമിനേഷൻ. ഓരോ സ്റ്റേറ്റുകളെ എലിമിനേറ്റ് ചെയ്യുന്നു. ആ എലിമിനേറ്റ് ചെയ്യുന്ന കറസ്പോണ്ടിങ് ആയിട്ട് റെഗുലർ എക്സ്പ്രഷൻ എഴുതി പോകുന്നു. ഇത് ഈ ആഡംസ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കൺവേർഷന് വേണ്ടിയുള്ള ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ്. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ പറയുന്ന ആഡംസ് മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ പറഞ്ഞിരിക്കുന്ന കീൻസ് തിയറം യൂസ് ചെയ്യാം. കീൻസ് തിയറത്തിന്റെ പാർട്ട് 2-ലാണ് സ്റ്റേറ്റ് എലിമിനേഷൻ വരുന്നത് കേട്ടോ. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതർവൈസ് വി മേ വൈൻഡ് ഇറ്റ് അപ്പ്. പ്ലീസ് ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാമെങ്കിൽ ചോദിക്കൂ കേട്ടോ. പ്ലീസ് ആർക്കൊന്നും ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം. ഓക്കെ, ഓക്കെ, എന്നാൽ സാർ നമുക്ക് എന്ത് ചെയ്യാം?
Okay, thank you, thank Okay, you. thank you so much for coming. And thank you all. Thank you for joining. എല്ലാവർക്കും കുറച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ബൈ, ഗുഡ് നൈറ്റ്. എല്ലാവരും പോയിരുന്ന് പഠിച്ചോ. ഓക്കെ ഗൈസ്.